അനുഗ്രഹീതമായ നല്ല ഈ നിമിഷത്തിനായി നിറഞ്ഞ മനസ്സോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പരിശുദ്ധാത്മാവ് വലിയൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകാനായി ആഗ്രഹിക്കുകയാണ്. ലഭ്യമായ സമയത്തിനകത്ത് ദൈവപ്രവൃത്തികൾക്കായി അധിക സമയം കിട്ടേണ്ടതിന് നേരെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ഒരനുഗ്രഹിക്കപ്പെട്ട ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം. ഹോളി ഗോസ്റ്റ് 38-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവൃത്തികൾ 10:38. ബൈബിൾ ഉള്ളവർ ബൈബിൾ എടുത്താട്ടെ. റെഫറൻസ് നോട്ട് ചെയ്യുന്നവർ, കുറിച്ചെടുക്കാൻ മനസ്സുള്ളവർ എടുത്താട്ടെ. നിങ്ങളെ സൗഖ്യമാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളെ സൗഖ്യമാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തെ അറിയാം എന്നുള്ള ഒരു ജാതിയിലൂടെ, ദൈവത്തെ അറിയാം എന്നുള്ള ഒരു ജാതിയിലൂടെ, ഒരു കുടുംബത്തിലൂടെ, ഒരു വ്യക്തിയിലൂടെ, കൊർന്നല്യോസ് എന്ന് പറയുന്ന ആ വ്യക്തിയിലൂടെ പത്രോസ് ശ്ലീഹായ്ക്ക് ഇറ്റലിയിൽ പോകാൻ ഒരവസരം ലഭിച്ചപ്പോൾ കൊർന്നല്യോസ് യോപ്പയിലേക്ക് ആളെ അയച്ച് പത്രോസിനെ തൻ്റെ വീട്ടിലേക്ക് വരുത്തി ദൈവത്തിൻ്റെ വചനം കേൾക്കണം എന്ന് ദൈവാത്മാവ് ഇടപെട്ടതിനെ പ്രകാരവും പത്രോസിനെ വിളിക്കണം എന്നതിനെ പ്രകാരവും തനിക്ക് പരിചയമുള്ള ഒത്തിരി ആൾക്കാരെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിരുത്തി പത്രോസിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അവർ തയ്യാറെടുക്കുമ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങുന്ന പറഞ്ഞ വാക്യമാണ് വായിച്ചു കേട്ടത്. ദൈവം ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കും. ദൈവം ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ ഒരു വ്യക്തിയെ ഉപയോഗിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പൗലോസ് നമുക്കെല്ലാവർക്കും ഭയങ്കരമാകുന്ന ഒരു ഹീറോയാണ്. ആ പൗലോസിനെ സൗഖ്യമാക്കാൻ പോലും ദൈവം അനന്യാസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഉപയോഗിച്ചു. ദൈവത്തിന് ഡയറക്റ്റ്ലി സൗഖ്യം കൊടുക്കാൻ പാടില്ലേ? കണ്ണ് ദൈവത്തിന്റെ തേജസ്സാൽ അന്ധത പിടിച്ചു പോകുമ്പോൾ ദൈവത്തിന് അനന്യാസിന്റെ സഹായം ഇല്ലാതെ പൗലോസിന്റെ കണ്ണ് തുറക്കാൻ പാടില്ലേ? ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ എപ്പോഴും മനുഷ്യരുടെ സഹായം എനിക്കെന്തിന്, മനുഷ്യൻ എനിക്കെന്തിന്, മനുഷ്യനെ കൊണ്ട് എന്തു ഗുണം, മനുഷ്യനെ കൊണ്ട് എന്ത് ഉപയോഗം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ നമ്മൾ വില കുറച്ച് കാണുമ്പോൾ ദൈവം ഈ പ്രകൃതിയിൽ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരെ നിസാരവൽക്കരിച്ച് സംസാരിക്കുകയും മനുഷ്യരുടെ മിനിസ്ട്രിയെ ഇടിച്ചു താഴ്ത്തി നമ്മൾ സംസാരിക്കുകയും മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റലിയിലെ ഏറ്റവും വലിയ ഒരു പൊസിഷനിൽ, ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് കൊർന്നല്യോസ്. ആ മനുഷ്യനും കുടുംബവും ദൈവഭക്തനും ഭക്തയുമായിരുന്നു. കുടുംബമടക്കം അവർ ദൈവത്തിന് ഏറ്റവും വാല്യുബിൾ ആയിരുന്ന ഒരു ഫാമിലിയായിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള കൊർന്നല്യോസിന്റെ നടുവിൽ ദൈവാത്മാവ് ഇറങ്ങി പറയാണ്, നീ യോപ്പയിൽ ആളയച്ച് പത്രോസിനെ വിളിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കൊർന്നല്യോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത് കൊർന്നല്യോസിന് വേണ്ടി മാത്രമായിരുന്നു. കൊർന്നല്യോസിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത് കൊർന്നല്യോസിന് വേണ്ടി മാത്രമായിരുന്നു. അല്ല,
ഇതിനകത്ത് പെന്തക്കോസ്തിന് ശേഷം ആദ്യമായി സുവിശേഷം കേട്ട ജാതികളിൽപ്പെട്ട ഒരു കുടുംബം ഇവരാണ്. ആദ്യമായിട്ട് സുവിശേഷം കേട്ട ജാതിയാണ് കൊർന്നല്യോസിന്റെ കുടുംബം. പെന്തക്കോസ്തിന് ശേഷം ആ പെന്തക്കോസ്തിന്റെ അനുഭവമുള്ള കൊർന്നല്യോസിനോട് ദൈവാത്മാവ് സംസാരിച്ചത് കേവലം അദ്ദേഹത്തിന്റെ 2 മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി മാത്രമാണ് അല്ല. ആ കൊർന്നല്യോസിലൂടെ അന്ന് ആ വീട്ടിൽ കൂടി വരുമ്പോൾ ദൈവവചനത്താൽ സൗഖ്യമാക്കപ്പെടേണ്ട, സ്പർശിക്കപ്പെടേണ്ട, രൂപാന്തരം സംഭവിക്കേണ്ട മറ്റനേക ദൈവത്തെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ജാതികളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഒരു കൊർന്നല്യോസിനെ പെന്തക്കോസ്തിന് ശേഷം ദൈവാത്മാവ് തെരഞ്ഞെടുത്തു. ഇന്ന് മറ്റനേകരിലൂടെ നിങ്ങൾ ഈ ചാനലിലേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മറ്റനേകർ നിങ്ങൾക്ക് അയച്ചു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് അയച്ചു തന്ന ഒരു ലിങ്കിലൂടെ നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് ലൈവായി അറ്റൻഡ് ചെയ്യുമ്പോൾ കേവലം ഒരു കൊർന്നല്യോസിന്റെ കയ്യിൽ ഒരു ദൈവവുമായിട്ടുള്ള ലിങ്ക് കൊടുത്തതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം. കൊർന്നല്യോസിന് ദൈവവുമായിട്ടുള്ള ബന്ധം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവം കൊർന്നല്യോസിനോട് ഇടപെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കേവലം കൊർന്നല്യോസിനെയും കുടുംബത്തെയും മാത്രം അനുഗ്രഹിച്ചിട്ട് കയറിപ്പോകാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിലൂടെ ആ പട്ടണത്തിൽ ഒരു ഉണർവ് നടക്കാൻ വേണ്ടി, ജാതികളുടെ മധ്യത്തിൽ ഒരു ഉണർവ് നടക്കാൻ വേണ്ടി ദൈവം ഒരു കൊർന്നല്യോസിനെ തെരഞ്ഞെടുത്തതുപോലെ ഇന്ന് ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ദൈവം നിന്റെ മേൽ ഇന്ന് കൈവയ്ക്കാൻ പോകുന്നത്, സ്വർഗം നിന്നെ ഇന്ന് സൗഖ്യകരം കൊണ്ട് തൊടാൻ പോകുന്നത്, ദൈവം ഇന്ന് നിന്നെ അടയാള സഹിതം വെളിപ്പെടുത്താൻ പോകുന്നത്, ദൈവത്തിൽ നിന്നൊരു അനുഭവം ഇന്ന് താങ്കൾക്കുണ്ടാകാൻ പോകുന്നത് കേവലം എനിക്ക് സൗഖ്യമായി ദൈവം എന്നെ തൊട്ടു എന്ന് പറഞ്ഞ് നിന്റെ സാക്ഷ്യത്തിന് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ടല്ല. അവിടെ നിന്ന് നീ ചില വ്യക്തികൾക്കൊരു സാക്ഷിയായി തിരിയാൻ പോകുകയാണെന്ന്, അവിടെ നിന്ന് നീ ചില വ്യക്തികളുടെ ജീവിതത്തിന് പുതുനിറമേകാൻ ദൈവാത്മാവ് തെരഞ്ഞെടുക്കാൻ പോകുകയാണെന്ന്, അവിടെ നിന്ന് നിന്റെ ആത്മീയ റിലം പോലും ചേഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് ആത്മാവിൽ ഞാൻ ആരോടൊക്കെയോ പ്രവചിക്കുകയാണ്. കമാൺ, ഇന്ന് വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവ് തൊട്ടു തുടങ്ങുന്നു. ഹല്ലേലൂയ. കൊർന്നല്യോസ് കണ്ട ദർശനം വെച്ച് കൊർന്നല്യോസിന് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ രഹസ്യമായിട്ട് വീട്ടിൽ പുള്ളിയെ വിളിച്ച് പ്രാർത്ഥിച്ച് വചനവും കേട്ട് സ്തോത്ര കാഴ്ചയും കൊടുക്കുക. ആരും കൊർന്നല്യോസിന്റെ വീട് കുത്തി തുറന്ന് കയറാൻ പോണില്ല. അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരും കയറാൻ പോണില്ല, ആരും അറിയാൻ പോണില്ല. ദൈവം എന്നോട് പറഞ്ഞതല്ലേ, എന്നാ പിന്നെ ഞാൻ മാത്രം കേട്ട് പുള്ളിക്ക് സ്തോത്ര കാഴ്ചയും കൊടുത്ത് ഞങ്ങൾ ആമേൻ പറയാം? നോ. ദൈവം വചനത്തിന്റെ ഒരു വാതിൽ നിനക്ക് തുറന്നാൽ നീ അനേകർക്ക് വെളിച്ചായി മാറണം. ദൈവം ഒരു സൗഖ്യം നിന്റെ ജീവിതത്തിൽ നൽകിയാൽ നീ അനേകർക്ക് സാക്ഷിയായി മാറണം. ദൈവം നിനക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ നീ അനേകരുടെ ഓപ്പർച്യൂണിറ്റിയായി മാറണം. താങ്കൾ അനേകരുടെ ഒരു അനുഗ്രഹമായി മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ അറിഞ്ഞ, അല്ലെങ്കിൽ ശിഷ്യന്മാർ അറിഞ്ഞ, അല്ലെങ്കിൽ പോട്ടെ സൗഖ്യം പ്രാപിച്ച മനുഷ്യർ അറിഞ്ഞ സൗഖ്യം അവര് മാത്രം ഉൾക്കൊണ്ട് വെച്ചോണ്ടിരുന്നെങ്കിൽ, ഇതിൽ തുള്ളിച്ചാടിയവരില്ലായിരുന്നെങ്കിൽ, എന്നെ പ്രശസ്തനാക്കരുതെന്ന് പറഞ്ഞിട്ടും തന്റെ സന്തോഷം കൊണ്ട് അവൻ യേശു കർത്താവിനെ കുറിച്ച് തുള്ളിച്ചാടി കവലകളിലും മറ്റുമെല്ലാം പ്രസംഗിച്ചുകൊണ്ടും എന്നെ യേശു സൗഖ്യമാക്കി കേട്ടോ, എനിക്ക് കണ്ണ് കാണാൻ കേട്ടോ, എന്നെ നസറായനായ യേശു തൊട്ട് കേട്ടോ, എന്നെ യേശു എന്ന് പേരുള്ള ഒരുവൻ തൊട്ട് കേട്ടോ, ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് പ്രശസ്ത ആ സാക്ഷ്യം പറയാനില്ലായിരുന്നെങ്കിൽ എങ്ങനെ പലരും കർത്താവായ യേശുവിനെ കുറിച്ച് കേൾക്കുമായിരുന്നു? യൂട്യൂബ് ഇല്ലാത്ത കാലം, ഫേസ്ബുക്ക് ഇല്ലാത്ത കാലം, ഇൻസ്റ്റ ഇല്ലാത്ത കാലം, വാട്സാപ്പ് ഇല്ലാത്ത കാലം, ടെക്സ്റ്റ് മെസ്സേജ് ഇല്ലാത്ത കാലം, മൊബൈൽ ഇല്ലാത്ത കാലം, എങ്ങനെ യേശുവിനെ കുറിച്ച് ആൾക്കാർ കേൾക്കും? വാമൊഴിയാൽ അനേകർ യേശുവിനെ പ്രചരിപ്പിച്ചു, ആത്മാവും യേശുവിനെ പ്രചരിപ്പിച്ചു. ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയട്ടെ, ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന വചനം പ്രചരിച്ചു കൊണ്ടിരുന്നാൽ, ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന വചനം പ്രക്ഷേപണം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് അനേകരുടെ ഭവനങ്ങൾക്കകത്ത് സാക്ഷികളെ എഴുന്നേൽപ്പിച്ചിരിക്കും. ആ പ്രക്ഷേപണം നിന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, അത് നീ വിശ്വസിക്കുകയാണെങ്കിൽ ആ വീടിനകത്ത് സാക്ഷികൾ ഉണ്ടാകും. ഹല്ലേലൂയ. എന്നതുപോലെ കൊർന്നല്യോസിനോട് ദൈവാത്മാവ് പറഞ്ഞ വചനം കൊർന്നല്യോസ് അപ്പടിയേ അങ്ങ് എടുത്ത് താൻ പ്രാർത്ഥിച്ച് 2 പേരെ യോപ്പയിലേക്ക് അയച്ച്
പത്രോസിനെ തന്റെ വീട്ടിലേക്ക് വരുത്തി. ഇതിനു മുന്നേ പത്രോസിന് ദൈവം കൊടുത്ത ഒരു ദർശനമാണ് ദൈവം ശുദ്ധീകരിച്ചതിനെ. വാക്ക് ശ്രദ്ധിക്കണം. ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ അശുദ്ധം എന്ന് എണ്ണരുത്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഉള്ള ഒരാത്മീയ പ്രവചന ശബ്ദമാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവം ശുദ്ധീകരിച്ചതിനെ. ഒരു സ്തോത്രം ചെയ്തേ. ദൈവം ശുദ്ധീകരിച്ചതിനെ, ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ അശുദ്ധം എന്ന് എണ്ണരുത്. പത്രോസിനെ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നതിന് മുന്നേ ദൈവം പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യമാണ്, നീ കടന്നു പോകുന്ന ഭവനത്തിനകത്ത് മനുഷ്യൻ കൈക്കൊള്ളാത്ത ചിലതുണ്ട്. നീ കടന്നു പോകുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത്, ഈ കൊർന്നല്യോസിന്റെ ഭവനത്തെ കുറിച്ച് ഒന്നും ദൈവം പറയുന്നില്ലെങ്കിലും കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോകുമ്പോൾ നടക്കാനുള്ള കാര്യങ്ങളെ ദർശനത്തിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വേർഡാണ് നിങ്ങളെ ഹീൽ ചെയ്യുന്നത്. ഞാൻ ഒത്തിരി ഒന്നും കാടുകയറി പറയത്തില്ല. അതിനകത്തുള്ള കഴമ്പ് മാത്രം നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഈ കൂടുതലും ഇന്ന് നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി സമയം എടുക്കണമെന്നുള്ളത് കൊണ്ട് വേർഡ് വേണം. അതുകൊണ്ടാണ് പത്രോസ് ഒരൽപ്പ വെൺമാടത്തിന്റെ മുകളിൽ ഇരുന്ന് മയങ്ങുന്ന സമയത്ത് ദർശനത്തിൽ ദൈവാത്മാവ് 3 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് തുപ്പട്ടി ഇറക്കി ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെ തന്റെ മുമ്പിൽ കൊടുത്തിട്ട് വെട്ടി ഭക്ഷിക്കാൻ പറയുമ്പോൾ പത്രോസ് 3 പ്രാവശ്യവും ഞാൻ ഇതിനെ കൈകൊണ്ട് തൊടത്തില്ല, നിഷിദ്ധമായത് അശുദ്ധമായതൊന്നും ഞാൻ ഭക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത് പോലെ യേശു കർത്താവ് പത്രോസിനോട് ആ ദർശനത്തിൽ പറയുകയാണ്, നീ ഇതിനെ അശുദ്ധമെന്ന് എണ്ണിയതുപോലെ, നീ ഇതിനെ കൈയേക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ, നീ ഈ കേസ് ഏറ്റെടുക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ, എനിക്കിതിനെ വേണ്ട എന്ന് നീ പറഞ്ഞതുപോലെ, നമുക്കിതൊന്നും സെറ്റ് ആവില്ല എന്ന് നീ പറഞ്ഞതുപോലെ നിന്നെ ഞാൻ ഒരു വീട്ടിലേക്ക് അയക്കും. ആ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കിയ, ഇങ്ങനെ പറഞ്ഞ് അവഗണിച്ച, ഇങ്ങനെ പറഞ്ഞ് ഉപേക്ഷിച്ച കുറെ എണ്ണം അവിടെ ഇരിക്കും. ഇതായിരുന്നു ആ തുപ്പട്ടിയുടെ അർത്ഥം. ശുദ്ധവും അശുദ്ധവുമായത്. നമുക്കൊരിക്കലും കൊർന്നല്യോസിനെ നീതിമാൻ എന്ന് കൊർന്നല്യോസിനെയും ഭവനത്തിലുള്ളവരും നീതിമാൻ എന്ന് തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് നമുക്കൊരിക്കലും അദ്ദേഹം അശുദ്ധൻ എന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പോ ശുദ്ധമുള്ള മൃഗം എന്ന് പറയുമ്പോൾ അത് കൊർന്നല്യോസും ഭവനത്തിലുള്ളവരും പോലെ ചില വ്യക്തികൾ. ഇനി അശുദ്ധം എന്ന് പറയുന്നത് പോലെ ജാതികളായിട്ടുള്ള കർത്താവിനെ ലളിതമായി മാത്രം കേൾക്കുകയും കർത്താവിനെ കുറിച്ച് അല്പമായി മാത്രം അറിയുകയും ചെയ്യുന്ന ബാക്കി കുറച്ച് ജനം. പക്ഷെ ഇതിനെ രണ്ടിനെയും ഒരു തുപ്പട്ടിയിലാക്കി കാണിക്കുന്ന ദൈവം. നിങ്ങൾ സ്നാനമേറ്റ ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ ചർച്ചിൽ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം, എന്നാൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഈയിടെയായി ദൈവവചനം കേട്ടു തുടങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് ഒന്ന് ഒത്തിരി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഞാൻ പറയുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് ഈ കൂട്ടരെല്ലാം ഉണ്ട്. ദൈവാത്മാവ് അപ്പോസ്തല പ്രവൃത്തികൾ 10:38 കാണിക്കുന്ന ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് ഞാൻ ഈ പറഞ്ഞ കൂട്ടരെല്ലാം ഉണ്ട്. ഇപ്പൊ യേശുവിനെ അറിഞ്ഞവർ, മുന്നേ യേശുവിനെ അറിഞ്ഞവർ, സ്നാനമേറ്റവർ, ഏക്കാത്തവർ, വേറെ വിശ്വാസത്തിലുള്ള എല്ലാവരും കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് ഉണ്ട്. ജാതികൾ എന്ന് തന്നെ വചനം പറയും. അന്നത്തെ ഒരു സംഭാഷണ രീതിയാണ് ജാതികൾ എന്ന് പറയും. ഇന്നും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അന്ന് ഈ രീതിയിൽ അധികമായി ഉപയോഗിച്ചിരുന്നു, ജാതികളായ ജനം. സ്തോത്രം. അപ്പൊ ഈ 2 കൂട്ടരും ഉണ്ട്. പക്ഷെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഈ 2 കൂട്ടരും ഒരു തുപ്പട്ടിയിലാണ്. വക്കിൽ നൂൽ കോർത്ത അല്ലെങ്കിൽ ചങ്ങല കോർത്ത ഒരു തുപ്പട്ടിക്കകത്ത് ഈ 2 കൂട്ടരും ഉണ്ട്. ഈ 2 കൂട്ടരും ഉണ്ട്. ഈ തുപ്പട്ടിക്കകത്ത് മറ്റേ കൂട്ടർ വേണ്ടെങ്കിൽ
അത് ദൈവത്തിനുള്ളതല്ലെങ്കിൽ, ദൈവം അതിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അശുദ്ധമായതിനെ ദൈവം സ്നേഹിക്കുന്നില്ലെങ്കിൽ, രോഗം ബാധിച്ചതിനെ ദൈവം സ്നേഹിക്കുന്നില്ലെങ്കിൽ, എന്തിന് ഈ തുപ്പട്ടിക്കകത്ത് ഈ വിശുദ്ധന്റെ മുമ്പിൽ, ഈ പത്രോസിന്റെ മുമ്പിൽ, ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ളവന്റെ മുമ്പിൽ ഈ അശുദ്ധമാകുന്ന ഈ തുപ്പട്ടി ഇറങ്ങി വരണം? അപ്പോൾ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത പലതും, മനുഷ്യന് വേണ്ടാത്ത പലതും, മനുഷ്യന് ഇഷ്ടമല്ലാത്ത പലതും, മനുഷ്യൻ വില കൽപ്പിക്കാത്ത പലതിനെയും ദൈവം വില കൽപ്പിക്കുന്നു. ദൈവത്തിന് വേണം. മനുഷ്യൻ നടക്കത്തില്ലെന്ന് പറയുന്ന പലതും ദൈവം നടക്കൂന്ന് പറയും. മനുഷ്യൻ ഇതുകൊണ്ട് രക്ഷയില്ലാന്ന് പറയുന്ന കാര്യം മുഴുവനും ദൈവം പറയും രക്ഷയുണ്ടെന്ന് പറയും. മനുഷ്യൻ സൗഖ്യമാകാൻ സാധ്യത 50-50 ആന്ന് പറയുന്നത് പലതും കർത്താവ് പറയും 100% ഹീലാകും. മനുഷ്യൻ ഇതിനെ ഞാൻ ഏക്കത്തില്ല എന്ന് പറയുന്ന കേസിനെ കർത്താവ് പറയും ഇങ്ങ് കൊണ്ടുപോവാ, ഞാൻ എടുത്തോളാം എന്ന് പറയും. ആ കൂട്ടരെല്ലാം ഈ തുപ്പട്ടിക്കകത്തുണ്ട്. ആ കൂട്ടരെല്ലാം പത്രോസിന്റെ വെൺമാളികയ്ക്കും വെൺമാടത്തിന്റെ മുകളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു ദൂത് പറയാം. ഈ മനുഷ്യന് വേണ്ടാത്തതിനെ മുഴുവനെയും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മനുഷ്യന് വേണ്ടാത്ത മുഴുവനെയും കൂടെ എന്തുകൊണ്ട് ഒരു അനാഥന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തിയില്ല? ഈ മനുഷ്യർക്ക് വേണ്ടാത്ത ഈ അശുദ്ധമായ ഞാൻ ഏറ്റെടുക്കത്തില്ല, നമുക്ക് സെറ്റാകത്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, കളഞ്ഞേരെ കൊണ്ട് കളയ് എന്നൊക്കെ പറഞ്ഞ, നോക്കാനില്ലാത്ത, അംഗീകരിക്കാനില്ലാത്ത, സ്നേഹിക്കാനില്ലാത്ത, സൗഖ്യമാക്കാനില്ലാത്ത ഇതിനെയൊക്കെ എന്തുകൊണ്ട് ദൈവം മറ്റാരുടെയും മുമ്പിൽ കൊണ്ടുപോകാതെ പത്രോസിന്റെ മുമ്പിൽ കൊണ്ടുവന്നു? ദൂത് ഞാൻ പറയാം. ഈ ലോകം മുഴുവനും ഉപേക്ഷിച്ചതിനെ എല്ലാം കൂടെ ദൈവം കൊണ്ടുവന്ന് നിർത്തുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെയും ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ തന്നെ ആയിരിക്കും. ഒരുപാട് നിരാശകൾക്കകത്തും, ഒരുപാട് വേദനകൾക്കകത്തും, സംഘർഷങ്ങൾക്കകത്തും, രോഗങ്ങൾക്കകത്തും, അസഹിഷ്ണുതകൾക്കകത്തും എന്തിന് നിങ്ങളെല്ലാവരും ഈ മീഡിയയുടെ മുമ്പിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രസംഗം കേൾക്കാൻ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപാട് അവഗണനകളും തിരസ്കരണങ്ങളും സഹിച്ച എല്ലാവരെയും കൂടെ ഒരു തുപ്പട്ടിക്കകത്താക്കി ഒരു പത്രോസിന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചതുപോലെ എന്നവണ്ണം തന്നെയാണ്. എപ്പോഴും ദൈവം ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലാണ്. പ്രൈസ് ഗോഡ്. ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് മടങ്ങുന്ന ഒരു ദൈവമല്ല. നിങ്ങളായിരിക്കുന്നത് സുരക്ഷിതമാകുന്ന ഒരു സ്ഥലത്താണ്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് ശാശ്വതമായ ഒരു വചനമാണ്. ഈ പത്രോസിന്റെ മുമ്പിലും ശാശ്വതമായതുകൊണ്ട് തന്നെയാണ് ആ തുപ്പട്ടിക്കകത്ത് പത്രോസ് വേണ്ടെന്ന് പറഞ്ഞിട്ടും, നിങ്ങൾക്ക് ആ സൈൻ അറിയാമോ? നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. പത്രോസിന്റെ മുമ്പിൽ 3 വട്ടവും പത്രോസ് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇതെങ്ങോട്ടാ പോണേന്നറിയാവോ? ഈ തുപ്പട്ടി എങ്ങോട്ടാ പോണേന്നറിയാവോ? താഴേക്കാണോ പോണേ? അല്ല. വശത്തേക്കാണോ പോണേ? അല്ല. സ്വർഗത്തിലേക്ക് തന്നെ എടുക്കുക. പത്രോസിന്റെ മുമ്പിൽ ഇറക്കി കൊടുത്ത തുപ്പട്ടി, എനിക്ക് വേണ്ട, ഞാൻ അശുദ്ധമായതിനെ ഒന്നും കഴിക്കത്തില്ല എന്ന് പറയുമ്പോ തിരിച്ചു മുകളിലേക്ക് തന്നെ എടുക്കുക. വീണ്ടും പത്രോസിന്റെ മുമ്പിൽ നീ ഇതിനെ സ്വീകരിക്കുക, ഞാനാ പറയുന്നതെന്ന് പറയുമ്പോ ഞാൻ അശുദ്ധമായതൊന്നും എടുക്കത്തില്ല എന്ന് പറയും. വീണ്ടും മുകളിലേക്ക് തന്നെ എടുക്കുക. മോനെ, ഞാനൊരു ദൂത് എന്നോട് പറയാ, ദൈവം ഒരു വിശുദ്ധന്റെ മുമ്പിൽ നിന്നെ കൊണ്ടുപോകും. ദൈവത്തെ അറിയുന്നവന്റെ മുമ്പിൽ ദൈവം നിന്നെ കൊണ്ടുപോകും. അവൻ പോലും നിന്നെ എടുക്കത്തില്ല എന്ന് പറഞ്ഞാലും, ആ തുപ്പട്ടിയെ പത്രോസ് എടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിലേക്ക് തന്നെ വലിച്ച് അവങ്കലേക്ക് അവൻ വലിച്ചടിപ്പിച്ചതുപോലെ ഒരു വിശുദ്ധൻ പോലും നിന്റെ കേസ് ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും സ്വർഗം നിന്റെ കേസ് ഹാൻഡിൽ ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസിനെ വിശ്വസിച്ച് കർത്താവ് പത്രോസിന്റെ മുമ്പിൽ കൊണ്ടുകൊടുത്തു. പത്രോസിനെ പഠിപ്പിക്കാനും കൂടാ. പുതിയൊരു കോച്ചിങ് ആയിരുന്നു. പക്ഷെ അത് പഠിക്കുന്നതിന് മുന്നേ പത്രോസ് അതിനെ റിജക്റ്റ് ചെയ്തു. എന്നിട്ടും അതിനെ മാറ്റി നിർത്തുകയോ ഉപേക്ഷിക്കുകയോ താഴോട്ടിടുകയോ ഒന്നും ചെയ്ത ദൈവമല്ല. അവന് വേണ്ട, പത്രോസിന് വേണ്ടെന്ന് പറയുമ്പോൾ മുകളിലേക്ക് വലിച്ചിട്ട്, മീൻസ് എന്താ? മനുഷ്യൻ എടുത്തില്ലെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ഇവനെ എന്നാ ദൈവം ചോദിക്കണേ. പത്രോസേ, നീ എടുത്തില്ലെങ്കിലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ഇവളെ? നീ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്കിവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നീ ഇതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കിവനെ വെറുക്കാൻ പറ്റുമോ?
എന്ന വണ്ണമുള്ള ഒരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ഉത്തരത്തിന്റെ ഒരു സൈനാണ് മുകളിലേക്ക് വലിച്ചെടുത്തത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ സൗഖ്യം ഇറങ്ങി വരുന്നതും ഉയരത്തിൽ നിന്ന് തന്നെയാണ്. നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കാൻ പോകുന്നതും ഉയരത്തിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ കേൾക്കുന്നതിനകത്ത് നിങ്ങൾക്ക് സ്പർശിക്കുന്ന ആലോചനകൾ ഉണ്ടെങ്കിലും ഉയരത്തിൽ നിന്ന് തന്നെയാണ്, വേറെ എവിടുന്നും ഇല്ല. നമ്മളെല്ലാവരും ആയിരിക്കുന്നത് കർത്താവിനെ കേൾക്കാനും കർത്താവിങ്കിൽ നിന്ന് സ്വീകരിക്കാനും, ഇൻക്ലൂഡിങ് മീ. അതുകൊണ്ട് ഈ സൗഖ്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് മുറിവേറ്റവരുണ്ട്, ഈ തുപ്പട്ടിക്കകത്ത് ചതഞ്ഞവരുണ്ട്, ഒടിഞ്ഞവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, ദൈവത്തെ വേണ്ടവണ്ണം അറിഞ്ഞുകൂടാത്തവരുണ്ട്, ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ചിതറിപ്പോകുന്നവരുണ്ട്. ഉണ്ടെന്നേ. ആ തുപ്പട്ടിക്കകത്ത് ശുദ്ധവും അശുദ്ധവും, സൗഖ്യമുള്ളവനും രോഗിയൊന്നും അല്ല പറയുന്നേ, ശുദ്ധവും അശുദ്ധവും. രോഗം ബാധിച്ച് അശുദ്ധമായതുണ്ട്, രോഗാത്മാവ് ബാധിച്ച് അശുദ്ധമായതുണ്ട്, ദുരാത്മാവ് ബാധിച്ച് അശുദ്ധമായതുണ്ട്. നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ദുരാത്മാവിന്റെ സ്വാധീന നിമിത്തം സാധിക്കാത്തവരുണ്ട്. പിന്മാറി പോകരുതെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെയും പിന്മാറുന്നവരുണ്ട്. പ്രാർത്ഥിച്ച് കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കാത്തവരുണ്ട്. എല്ലാം ഈ തുപ്പട്ടിക്കകത്തുണ്ട്. ഇന്ന് ഈ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കൂട്ടരും ഇതിനകത്തുണ്ട്. ഈ സൂമിൽ കാണുന്നവരിലാണേലും യൂട്യൂബിൽ കാണുന്നവരിലാണേലും എല്ലാ കൂട്ടരും ഇതിനകത്തുണ്ട്. ശുദ്ധവും അശുദ്ധവുമായത്. ആരും അശുദ്ധമാകാൻ വേണ്ടിയിട്ടല്ല ജനിക്കുന്നത്. പക്ഷേ ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, ദൈവത്തിന് പർപ്പസ് ഉള്ളവന്റെ മുമ്പിൽ ആദ്യം ഇവരെ കൊണ്ടെത്തിച്ചു. രണ്ടാമത് ദൈവം ഇറങ്ങുന്ന ഭവനത്തിൽ ഇവരെ കൊണ്ടെത്തിച്ചു. ആദ്യം മൃഗത്തിന്റെ രൂപത്തിൽ ദർശനത്തിൽ പത്രോസിന്റെ മുമ്പിൽ ഇവരെ കുറിച്ച് ദൈവം അഡ്രസ് ചെയ്തു. രണ്ടാമത് ഇവരെ ഫിസിക്കലി ദൈവം ഇറങ്ങുന്ന സ്ഥലത്ത് ഇവരെ എത്തിച്ചു. ഇതല്ലേ ഇന്ന് സംഭവിച്ചേ? ഇന്ന് ഈ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ വന്നതിന്റെ പിന്നിൽ ദൈവം ഇറങ്ങാൻ പദ്ധതി ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. ദൈവം ഇറങ്ങും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. നമ്മളെല്ലാവരും ഇതിനകത്തായിരിക്കുമ്പോൾ ഒരു കൊർന്നല്യോസിന് ലഭിച്ചൊരു ദർശനം പോലെ ഇന്ന് നമ്മൾ ഈ മീറ്റിംഗ് ഇതിനകത്ത് സംഘടിപ്പിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഭവനങ്ങൾക്കകത്ത് തന്നെയാണ്. എന്നാൽ ദൈവം ഇറങ്ങുന്ന ഒരു മല തന്നെയാണ്, ഒരു പർവ്വതം തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം. ദൈവം ഇറങ്ങുന്ന ഒരു പർവ്വതം തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം. ദൈവം ഇറങ്ങാൻ പോകുന്ന ഒരു പർവ്വതം തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം. അതിനുവേണ്ടി ആരെയൊക്കെയോ ദൈവം ഇൻവൈറ്റ് ചെയ്ത് ഇന്ന് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വന്ന രീതിയിൽ നീ മടങ്ങിപ്പോകത്തില്ല. എന്തായാലും നിങ്ങൾ ഇരിക്കുന്ന രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കുക, നിങ്ങൾ ഏതവസ്ഥയിലാണ്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും സാക്ഷ്യം പറയാൻ ഞാൻ അവസരം തരും. നിങ്ങൾ പറയണം എന്ത് നിങ്ങൾക്ക് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ പറയണം. അങ്ങനെ പത്രോസിനെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ പത്രോസ് ആള് മാറിയവനായിട്ടാണ് അവിടെ ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പഠിപ്പിച്ച ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പത്രോസ് അവിടെ ചെല്ലുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 10:34 നോക്കിക്കേ. ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് മുഖപക്ഷം ഉണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം? ഹല്ലേലൂയ. ഇല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളെക്കാൾ അധികമായി ചിരിച്ച് സ്നേഹിച്ച് സംസാരിക്കുന്ന ഒത്തിരിയും പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചർച്ചയിൽ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം. നിങ്ങൾ കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യാതെ നിങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തിയോട് കൂടുതൽ താല്പര്യത്തോടെ സംസാരിക്കുന്ന ഒത്തിരിയും പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മുഖപക്ഷം. പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് എന്ന് വചനം പറയുമ്പോൾ പത്രോസിന്റെ വായിൽ നിന്ന് ഈ ആലോചന കേൾക്കത്തക്ക നിലയിൽ മുഖപക്ഷം കൊണ്ട് വേദനിക്കുന്നവർ ഉൾപ്പെടെ, പാർഷ്യാലിറ്റി കൊണ്ട് ഹൃദയം തകർന്നിരിക്കുന്നവരുൾപ്പെടെ ഈ ജാതികളുടെ കൂട്ടത്തിലുണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം? പത്രോസ് വാ തുറന്നത് സൗഖ്യമാക്കാൻ വേണ്ടിയിട്ടല്ല, അഭിഷേകം ചെയ്യാനല്ല.
പത്രോസ് വാ തുറന്നത് ദൈവത്തിന്റെ വചനം യേശുവിനെ കുറിച്ച് പറയാനാ. പത്രോസ് അവിടെ തീ കത്തിക്കാൻ വന്നതല്ല. പക്ഷെ പത്രോസ് അവിടെ യേശുവിനെ കുറിച്ച് പറയാനാ വന്നേ. പത്രോസിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച്, പത്രോസ് മനസ്സിലാക്കുന്ന യേശുവിനെ കുറിച്ച് ഒന്ന് പറയാം എന്ന് പറഞ്ഞാൽ വാ തുറന്നത്. പുള്ളി ബൈബിൾ തുറന്നില്ല, റെഫറൻസ് എടുത്തില്ല, ഒന്നും എടുത്തില്ല. അദ്ദേഹം മനസ്സിലായ ഒരു കാര്യം പറയുകയാണ്. ഞാനൊരു ദൂത് പറയട്ടെ. വചനം എടുക്കണമെന്ന് തന്നെ ഇല്ല. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ അവിടെ തീ ഇറങ്ങും എന്നുള്ളതാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞാൽ തന്നെ അവിടെ പരിശുദ്ധാത്മാവ് വ്യാപിക്കും എന്നുള്ളതാണ്. എപ്പോഴും ഹെവൻ കണക്റ്റ് ആകുന്നത് ഹെവൻലി പർപ്പസുമായിട്ട് ഒരു വ്യക്തി കണക്റ്റ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഹെവൻലി വിസ്ഡവുമായി ഒരു വ്യക്തി മിനിസ്ട്രിക്ക് നിൽക്കുമ്പോഴാണ് ഹെവൻ എപ്പോഴും ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ആകുന്നത്. അല്ലെങ്കിൽ സ്പിരിച്വൽ റിലം, ആത്മമണ്ഡലം ഒരു വ്യക്തിയുമായി, അവന്റെ വാക്കുകളുമായി കണക്റ്റ് ആകുന്നത് അവരുദ്ദേശിക്കുന്ന ആത്മമണ്ഡലം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി സംസാരിച്ചു തുടങ്ങുമ്പോഴാണ്. പത്രോസ് അവിടെ വന്നിട്ട് കൈയുടെ ആംഗ്യം കാട്ടി സാധാരണ പ്രസംഗിക്കുന്ന പോലെയൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് കഴിയുമായിരുന്നിരിക്കും പരിശുദ്ധാത്മാവ് വ്യാപിക്കാൻ. പക്ഷെ പത്രോസ് അതല്ല പറഞ്ഞത്. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേ കാറ്റടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അർത്ഥം, നിങ്ങളുടെ മേൽ കർത്താവ് തൊടുന്നതിന് ഇന്ന രീതിയെന്നില്ല. ഇവിടെ പത്രോസ് പറഞ്ഞപ്പോൾ എന്താ അവസാനം നടന്നത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. എപ്പോഴും ഒരു ദൈവപ്രവൃത്തി, ഇത് പ്രസംഗിക്കുന്ന ഒരാളുടെ കാര്യം മാത്രമല്ല, ആ വചനം സ്വീകരിക്കുന്ന ഒരാളുടെ കാര്യം കൂടെയാണ്. നിങ്ങൾ ഹീലാകാൻ പോകുന്നത്, നിങ്ങൾ സൗഖ്യമാകാൻ പോകുന്നത്, നിങ്ങൾ ഒരിക്കലും കരുതരുത് വചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഹീലാകാൻ. അല്ല, അതൊക്കെ നമ്മുടെ ഇങ്ങനെ ചിന്തിച്ചു വെച്ചേക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുൻപരിചയം കൊണ്ട് നമ്മളിങ്ങനെ കരുതി വെച്ചേക്കുന്ന കാര്യമാണ്. പത്രോസിന് ഇത് മുൻപരിചയം ഇല്ലാത്തൊരു കാര്യമാണിത്, അല്ലെങ്കിൽ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പത്രോസ് കണ്ണ് തള്ളിയാണ് തൻ്റെ സഹോദരന്മാരോട് ചെന്ന് ഈ സാക്ഷ്യം പറയുന്നത്. കണ്ണ് തള്ളി. കാരണം അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഒറ്റ പ്രസംഗത്തിന് 5000 പേര് സ്നാനപ്പെടുന്നു, 3000 പേര് സ്നാനപ്പെടുന്നു, എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ജാതികളുടെ ഇടയിലേക്ക് വചനം അങ്ങോട്ട് പറയുന്നതിന് മുന്നേ, യേശുവിനെ കുറിച്ച് അങ്ങോട്ട് പറയുന്നതിന് മുന്നേ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുക, അന്യഭാഷയിൽ അവർ സംസാരിക്കുക, അതിനകത്ത് ഭൂതങ്ങൾ വിട്ടുപോകുക. എഴുതിയിട്ടില്ലെങ്കിലും യേശു ചെയ്ത മിനിസ്ട്രിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ഉറപ്പാണ്. ഭൂതങ്ങൾ വിട്ടുപോകുക, രോഗികൾ സൗഖ്യമാകുക, പാപികൾ മാനസാന്തരപ്പെടുക, ആത്മാവിന്റെ ഫ്ലോ ഉണ്ടാകുക, ഉണർവ് നടക്കുക എന്നൊക്കെ പറയുന്ന പത്രോസിന് ഒരു ഭയങ്കര അനുഭവമായിരുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ ഒരു അനുഭവവും കൊണ്ടുവേണം എഴുന്നേൽക്കാൻ. ആ കൊർന്നേലിയോസ് അച്ചാൻ വിളിച്ചതല്ലേ, എന്നാ പിന്നെ ഒന്ന് അവിടെ ഇരുന്നേച്ചും പോവാന്ന് ഓർത്ത് വന്നവരൊക്കെ പൊടിയും തട്ടി പോയിക്കണം. അതിനകത്ത് തുള്ളുന്നവരെയും ചാടുന്നവരെയും അന്യഭാഷ പറയുന്നവരെയും ഭൂതളകുന്നവരെയും ഒക്കെ കണ്ടിട്ടിരുന്നവർ കണ്ടിട്ട് എഴുന്നേറ്റ് പോയി കാണും. പക്ഷേ ഇവിടെ നടന്ന കാര്യം ഒരെണ്ണം പോലും ആ തീക്കകത്തുനിന്ന് രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ്. സകലത്തിനെ ആത്മാവിന്റെ തീ മൂടി എന്നുള്ളതാണ്. ഇന്ന് ഇതിനകത്ത് ദൈവം നിങ്ങളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുന്നു. ദൈവം അത് ചെയ്യാൻ പോകുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഭൂതം ഇളകിയെന്നോ സൗഖ്യമാകുന്നോ ഒന്നും പറയുന്നില്ലെങ്കിലും യേശുവിനാൽ ചെയ്തു എന്ന് പറഞ്ഞ കാര്യം അവിടെ നടന്നു. നിങ്ങൾ നോക്കിയേ, ദൈവവചനം എല്ലാവർക്കും സമാധാനവും ശരീര സൗഖ്യവും പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് പൗലോസ് പറഞ്ഞത്. പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പൊ എന്നെ ഒന്ന് കേട്ടെ, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും, എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ തഴയപ്പെട്ടു പോയെങ്കിലും, എനിക്ക് വേണ്ടി എന്നാലും പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന വേദന നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിലും, എനിക്ക് വേണ്ടി അദ്ദേഹം ഒന്ന് പ്രാർത്ഥിക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊരു വേദന നിങ്ങൾക്കെങ്ങാനും വന്നിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ വീട്ടിലുള്ളവർ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും, നിങ്ങൾ മുഖപക്ഷത്തിന് വല്ലാതെ വിധേയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ദൈവാത്മാവ് പറയുന്നു ഈ ലോകത്തിൽ ആരൊക്കെ മുഖപക്ഷം കാണിച്ചാലും, പത്രോസിന്റെ അനുഭവം ഇതാണ്, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ഈ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ വാക്ക് ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന്
നിങ്ങൾ സൗഖ്യമാകണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വാക്ക് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഞാൻ പറയുന്ന കേക്ക്, ഈ വാക്ക് മാത്രം, ദൈവത്തിനു മുഖപക്ഷമില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് തൊട്ടപ്പുറത്തെ വിൻഡോയിൽ ഇരിക്കുന്ന വ്യക്തിയെ മാത്രമേ തൊടത്തുള്ളൂ. നിങ്ങളെ തൊടത്തില്ലേ, നിങ്ങളെ കടന്ന് തൊട്ടിപ്പുറത്തെ വിൻഡോയിൽ ഇരിക്കുന്ന ആളെ തൊടാൻ പോകും. ഇത്ര മാത്രം ഓർത്താൽ മതി. ഇന്നൊരു സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ ഒക്കത്തില്ല. ഈ സാന്നിധ്യം ഇവിടെ തന്നെ നിൽക്കത്തില്ല. ഇവിടുന്ന് ഞാൻ ഇച്ഛിക്കുമ്പോൾ അത് ആ ഭാഗത്തേക്ക് കടന്നു വരികയും ഇതിനകത്ത് ദാഹത്തോടെയും വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും ഇരിക്കുന്ന സകലരെയും തൊടുമെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അയ്യോ ഞാൻ അന്യഭാഷ പ്രാപിച്ചില്ല, അയ്യോ ഞാൻ മുങ്ങിപ്പൊങ്ങിയില്ല, ഈ വേദനയിലൊന്നും നിങ്ങൾ ഇരിക്കരുത്, അല്ലെങ്കിൽ ഈ ചിന്തയിലൊന്നും നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ ഹീലാകണമെന്ന് ഞാൻ അത്ര ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ട്, നിങ്ങൾ ദൈവത്താൽ സ്പർശിക്കപ്പെടണമെന്ന് അത്രയേറെ ഞാൻ കൊതിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ഇത്രയും തുറന്ന് സംസാരിക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നും ഏതു ജാതിയിലും, ശ്രദ്ധിച്ചു വായിക്കണം, ഏതു ജാതിയിലും ഇവിടെ പട്ടിക തിരിച്ച് കോളം തിരിച്ച് പട്ടികജാതി പട്ടികവർഗം എന്നിടാത്ത ഒരേ ഒരു പുസ്തകം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത പുസ്തകമാണ് ബൈബിൾ. ഏതു ജാതിയിലും, ഈ വാക്കൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മുന്നേ തൊട്ടിട്ടുണ്ട്, ഇപ്പോഴും തൊടുന്നുണ്ട്. ഏതു ജാതിയിലും നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ പ്രതീക്ഷയുടെ ഒരു പുസ്തകമാണ് ബൈബിൾ എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല, അപ്പൊ എനിക്ക് ധൈര്യമായി. ഏതു ജാതിയിലും എനിക്ക് കുറെ കൂടെ ധൈര്യമായി. അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ഇത് തന്നെയല്ലേ പത്രോസിനോട് ദൈവം പറഞ്ഞേ? പത്രോസ് അംഗീകരിച്ചില്ല, തുപ്പട്ടി, സ്വർഗം ഏറ്റെടുത്തു. പത്രോസ് അംഗീകരിച്ചില്ല, രണ്ടാമതും തുപ്പട്ടി, സ്വർഗം ഏറ്റെടുത്തു. പത്രോസ് അംഗീകരിച്ചില്ല, മൂന്നാമതും തുപ്പട്ടി, സ്വർഗം ഏറ്റെടുത്തു. ആരംഗീകരിച്ചില്ലെങ്കിലും നിന്നെ ദൈവം അംഗീകരിക്കുന്നോണ്ടാ ഇന്ന് ഈ തിരുവെഴുത്ത് താങ്കൾ കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വേദനകളാട്ടെ, നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതാട്ടെ, നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനുള്ളതാട്ടെ, കേൾക്കാൻ ആരും ഇല്ലെങ്കിലും കേട്ടിട്ട് ആരും അംഗീകരിക്കുന്നില്ലെങ്കിലും നിങ്ങളെ ദൈവം അംഗീകരിക്കുന്നുണ്ട്. ദൈവം അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യില്ല. നിങ്ങൾ ആ സത്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ അങ്ങ് ബിസി മോഡലായി പോയാൽ ദൈവം നിങ്ങളെ അംഗീകരിക്കുന്നു. ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഇപ്പോൾ ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദ്യയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. ഇവിടെ മുതൽ കേൾക്കുക. നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ അഭിഷേകം ചെയ്തു. അവ രണ്ട് തരത്തിലുള്ള അഭിഷേകം യേശുവിന്റെ മേലുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വ്യക്തി സൗഖ്യമാക്കപ്പെടുന്നത് വ്യത്യസ്ത തലത്തിലുള്ള അഭിഷേകം അവന്റെ മേലുണ്ടെങ്കിലും യേശു ചെയ്ത മിനിസ്ട്രി ചെയ്യണമെങ്കിൽ ഈ കാര്യം വേണം. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമുള്ള ഒരഭിഷേകം. ഒന്ന്, ദൈവം അവനോട് കൂടെ ഇരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നതിന്റെ കാരണം ദൈവത്തെ കൂടെ നിർത്തിയത് കൊണ്ടാണ്. അഭിഷേകവും ശക്തിയും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി, ദൈവം വേണ്ട എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ആദ്യം പൊട്ടിച്ചു കളയണം. ഇന്നലെ പ്രാപിച്ച അഭിഷേകം കൊണ്ട് നമുക്ക് അരമുറി ദൂരമൊക്കെ ഓടാൻ പറ്റും. ഇന്നലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നമുക്ക് ഒരു ദിവസമൊക്കെ തള്ളി നീക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ തള്ളി നീക്കാൻ പറ്റിയേക്കും. പക്ഷേ അഭിഷേകമുള്ള ഒത്തിരിയും പേര് അവിടെ ഉണ്ടായിരുന്നിട്ടും
എല്ലാവർക്കും യേശു ചെയ്ത മിനിസ്ട്രി ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒരുവൻ ആത്മാവിന്റെ നിറവും വിവിധ അളവുകളിലുള്ള അഭിഷേകവും പ്രാപിച്ചിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ഇല്ലാതിരിക്കുക. ഈ ശക്തിയാലുള്ള അഭിഷേകമാണ്. നമുക്ക് ആത്മാവിനാലുള്ള അഭിഷേകമുണ്ട്, പക്ഷെ ശക്തിയാലുള്ള ഒരു അഭിഷേകമാണ് ഒരു വ്യക്തിയെ നിലനിർത്തുന്നത്. ഇത് കേവലം ഒരു സൗഖ്യം ഉണ്ടാക്കുന്ന കാര്യം മാത്രമല്ല, സൗഖ്യം വരുത്തുന്ന ഒരു കാര്യം മാത്രമല്ല, ഇത് ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുന്ന കാര്യമാണെങ്കിലും. 2, ഡിമൺസ്, ദുരാത്മാക്കൾ, ദുർഭൂതങ്ങൾ, അശുദ്ധാത്മാക്കൾ നമ്മളിലേക്ക് പ്രവേശിക്കാതെ ഇരിക്കേണ്ടതിനും. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതിനും ദുരാത്മാക്കൾ, ദുർഭൂതങ്ങൾ, അശുദ്ധാത്മാക്കൾ, അന്ധകാരത്തിന്റെ ശക്തികൾ, ദുഷ്ടന്റെ വാഴ്ചകൾ, നിയന്ത്രണങ്ങൾ, കർത്തൃത്വങ്ങൾ, ചിന്തകൾ, ഓർമ്മകൾ, വികാരങ്ങൾ, ഇതൊന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ എന്നെ കൊടുക്കാതിരിക്കാൻ, എന്റെ മേൽ ബാധിക്കാതിരിക്കേണ്ടതിനും ശക്തിയാലുള്ള അഭിഷേകം ആവശ്യമാണ്. എഗെയിൻ 3, മറ്റൊരു വ്യക്തിയുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ, അശുദ്ധാത്മാക്കൾ, ദുർഭൂതങ്ങൾ, ദുരാത്മാക്കൾ, രോഗത്തിന്റെ ആത്മാക്കളെല്ലാം മറ്റൊരു വ്യക്തിയെ ബാധിച്ചിരിക്കുമ്പോൾ അവനെ ആ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിനും ഈ ശക്തിയുടെ അഭിഷേകം ആവശ്യമാണ്. അപ്പൊ ഈ ശക്തിയുടെ അഭിഷേകം ഒരു പാസ്റ്റർക്ക് മാത്രം പോരാ, ഒരു ദൈവ പൈതലാകുന്ന അങ്ങേക്കും ഈ ശക്തിയുടെ അഭിഷേകം ഉണ്ടെങ്കിലേ ചിലതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ, ഡിഫെൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു നിങ്ങൾ എന്തിനാണ് പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വെയിൽ എൻ്റെ മേൽ കൊള്ളരുത് എന്ന് പറഞ്ഞല്ല, വെയിലത്ത് എന്നാ പിന്നെ വീട്ടിൽ ഇരിക്കണം. വെയിൽ കൊള്ളാതിരിക്കാനല്ല ആരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. വെയിൽ കൊണ്ടാലും അതിന്റെ UV റേസ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അതിന്റെ UV റേസ് കൊണ്ടുള്ള ആ ഒരു ആഘാതം എന്റെ സ്കിന്നിന് ഏൽക്കരുത് എന്നുള്ളത് കൊണ്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. എന്നതുപോലെ ഭൂതമില്ലാത്ത ലോകത്തല്ല നിങ്ങൾ താമസിക്കുന്നേ, രോഗമില്ലാത്ത ലോകത്തല്ല നിങ്ങൾ താമസിക്കുന്നേ, ദുരാത്മാക്കൾ ഇല്ലാത്ത ലോകത്തല്ല നമ്മൾ ആരും താമസിക്കുന്നത്. അവയിൽ നിന്ന് അവയെ ചെറുത്തു നിൽക്കാൻ, അതിനെ എതിർത്തു തോൽപ്പിക്കാനും അവയുടെ ആക്രമണങ്ങളെ തകർക്കാനും അവയിൽ നിന്നൊന്നുമുള്ളത് നമ്മിലേക്ക് ഏകാതിരിക്കാനും നാം ശക്തിയുടെ അഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? യേശുവിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തി കൊണ്ട് അഭിഷേകം ചെയ്തത് എന്തിനാന്ന് ചോദിച്ചാൽ അനേകരെ യേശുവിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല, യേശുവിന്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷനും കൂടെ ആയിരുന്നു. യേശുവിന് അത് ആവശ്യമായിരുന്നു. പിതാവിന്, ദൈവമക്കളൊന്ന് ഓർത്തു നോക്കിയ സ്വന്തം പുത്രൻ, നിങ്ങൾ അങ്ങനെ തന്നെ കാണണം കേട്ടോ. സ്വന്തം പുത്രന് സ്വയരക്ഷയ്ക്ക് വേണ്ടത് പിതാവ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങളെയും കർത്താവ് എത്ര അധികമായി ചെയ്യുന്നു ഓർത്തു നോക്കി. നമുക്ക് വേണ്ടിയാണല്ലോ യേശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. പത്രോസ് അത് തന്നെയല്ലേ പറഞ്ഞേ? പത്രോസ് ഈ കൊർന്നല്യോസിന്റെ അടുത്ത് ചെന്ന് എന്താ പറഞ്ഞേ? കണ്ണടച്ചോ, ഇപ്പൊ ഞാനൊരു മായാജാലം കാണിക്കാന്ന് പറഞ്ഞ അവരെ അങ്ങനെ വശീകരിക്കുകയല്ല. പൗലോസ് പറഞ്ഞാ, എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കൊന്നും കൊണ്ടല്ല. പൗലോസ് അതാ പറഞ്ഞേ, അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കുകയും വേണ്ട, നിങ്ങൾ ആരും വശീകരിക്കപ്പെടുകയും വേണ്ട. നിങ്ങൾ ആരെങ്കിലും വശീകരിക്കപ്പെടുന്നെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ കൊണ്ട് നിങ്ങൾ സ്വാധീനിച്ചാൽ മതി. എന്റെ പ്രസംഗം കേവലം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ കൊണ്ടല്ല, ആത്മാവിന്റെ വചനത്താലും അതിനാലുള്ള ശക്തിയാലും അടയാളങ്ങളാലും പ്രവൃത്തികളാലും അത്രേ. പൗലോസ് പറഞ്ഞ വാക്കാണ്. അപ്പോ ഇവിടെ പത്രോസിന്റെ പ്രസംഗത്തിനകത്ത് വന്നിരിക്കുന്ന കഥാപാത്രമാകുന്ന യേശുക്രിസ്തുവിനെ സ്വർഗം അഭിഷേകം ചെയ്തിരിക്കുന്നത് യേശു താ എന്ന് ചോദിച്ചപ്പോഴല്ല, യേശുവിന് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ ആവശ്യമാകുന്ന അഭിഷേകമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയുടെ അഭിഷേകവും. യേശു നമ്മുടെ മുന്നോടിയാണ്, നമുക്ക് മുന്നേ ഓടിയ കർത്താവാണ്. അത്
യേശു അങ്ങനെ തന്നെ സ്വർഗത്തിന് സബ്മിസീവായി ഇരുന്നു കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയാണ്. യേശുവിന്റെ പുറകെ ഓടേണ്ട ഞാനും നിങ്ങളും ഇത് പ്രാപിച്ചിരിക്കണം. നമ്മൾ അരമുറി അഭിഷേകം കൊണ്ട് ഇപ്പൊ ഓടി എത്തിക്കളയും എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത്. പക്ഷെ അതല്ല, അങ്ങനെ ഒന്നും എത്തത്തുമില്ല. ഒരു ദിവസം കൊണ്ട് നമ്മൾ മുഴുവൻ പ്രാപിച്ച് ഓടത്തുമില്ല. ഭൂമിയുള്ള കാലം വരെ കർത്താവിന്റെ മുമ്പിൽ സ്ഥിരതയോടെ നിൽക്കുന്നവന് മാത്രമാണ് ഇതിന്റെ പ്രയോജനം, പൂർണ്ണമായൊരു പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് ഇവിടെ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എഗെയിൻ, ദൈവം അവനോട് കൂടെയിരുന്നു. ദൈവം ഉള്ളവനെ കണ്ടാൽ തിരിച്ചറിയാം. ദൈവം ഉള്ളവനുമായി സംസാരിച്ചാൽ തിരിച്ചറിയാം. ദൈവം ഉള്ളവന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ തിരിച്ചറിയാം. ദൈവം ഉള്ളവനുമായി ഒന്ന് നടക്കാൻ ഇറങ്ങിയാൽ തിരിച്ചറിയാം. ഹല്ലേലൂയ! ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. സൗഖ്യത്തിന് ഇതൊക്കെ ആവശ്യമാണ്. ആദ്യം നമ്മൾ സൗഖ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ഉള്ളവനെ തിരിച്ചറിയാം. എന്തുകൊണ്ടാണ് യേശുവിന് ഇത്രയും ശത്രുക്കൾ ഉണ്ടായെന്നറിയാമോ? ദൈവം ഉള്ളതുകൊണ്ടാ. ദൈവം കൂടെ ഇരിക്കുന്നു തന്നെയാണ് പത്രോസ് പറയുന്നത്. മക്കളെ, നമ്മുടെ ഒരു ചിന്ത ഇങ്ങനെയുണ്ട്: ദൈവം തരേണ്ടതൊക്കെ തന്നു, എന്നാലും കർത്താവ് എൻ്റെ ആ വിഷയത്തിൽ മാറിക്കളഞ്ഞല്ലോ നമ്മൾ പറയും. പക്ഷെ വചനം പറയുന്നു, അഭിഷേകവും ശക്തിയും കൊടുത്തിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല, കൂടിയിരിക്കുന്ന ദൈവം. സ്തോത്രം! കൂടെ ഇരിക്കുന്ന ദൈവം. നിങ്ങൾ ഇന്നിത് പറയുമ്പോൾ നിങ്ങൾ ഈ വാക്ക് വിശ്വസിക്കണം. കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നിങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. കൂടെ ഇരിക്കുന്ന ദൈവമാണ്. കൂടെ ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്കു തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ഓ മൈ ഗോഡ്! ഈ വാക്കൊക്കെ എനിക്കൊന്ന് സമയമെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ സമയം കഴിഞ്ഞുപോയി. പ്രത്യക്ഷനാക്കി തന്നു. അർത്ഥം എന്താ? അവനെ മരത്തിന്മേൽ തൂക്കിയവർക്ക് മറച്ചു വെച്ചിട്ട് അവനോടുകൂടെ തിന്നുകുടിക്കുകയും അവന്റെ വചനം കേൾക്കുകയും അവനോടുകൂടെ സഞ്ചരിക്കുകയും അവനോടുകൂടെ ജീവിക്കുകയും ചെയ്തവർക്ക് പ്രത്യക്ഷനാക്കി കൊടുത്തു. ദൈവത്തെക്കുറിച്ച് വിധിക്കുന്നവർക്കല്ല, ദൈവത്തെ ആരാധിക്കുന്നവരെ കളിയാക്കുന്നവർക്കുമല്ല, ദൈവത്തോട് കൂടെ നിൽക്കുന്ന, ദൈവം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന, പ്രാർത്ഥന എന്ന് പറഞ്ഞ് നീ സമയം വേർതിരിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന, നിനക്ക് വെളിപ്പെടുന്ന പലതും ഇത് വിധിക്കുന്നവർക്ക് മറഞ്ഞിരിക്കും. നിനക്ക് ലഭിക്കുന്ന പലതും നിന്നെ വിധിക്കുന്നവർക്ക് മറഞ്ഞിരിക്കും. നീ പ്രാപിക്കുന്നത് പലരും ആഗ്രഹിച്ചാലും പ്രാപിക്കാൻ കഴിയാതെ വരും. നിന്നെ വിധിക്കുന്ന പലർക്കും ലഭിക്കാത്തത് നീ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിനക്ക് ലഭിക്കും. അവനോടുകൂടെ തിന്നു കുടിച്ചവരായിരുന്ന ശിഷ്യന്മാർക്ക് അവനെ പ്രത്യക്ഷനാക്കി കൊടുത്തിട്ട് അവരെ മരത്തിൽ തൂക്കി കൊന്ന പല ദുഷ്ടന്മാർക്കും ദൈവം തന്നെ മറച്ചു വെച്ചപ്പോൾ ഇന്ന് സാക്ഷിയായി യേശുവിന്റെ മേൽ വ്യാപരിച്ച അതേ അഭിഷേകത്തോടെ, അതേ ശക്തിയോടെ, അതേ നിയോഗത്തോടെ, അതേ ശുശ്രൂഷയോടെ ഇന്ന് അപ്പോസ്തലന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു എങ്കിൽ അതേ ജാതികൾ എന്ന് പറയുന്ന പലർക്കും വിധിക്കുന്ന, മുൻവിധി പറയുന്ന, ട്രോളറക്കുന്ന, എഴുതി പറയുന്ന, പരിഹസിക്കുന്ന, കളിയാക്കുന്ന പലർക്കും വെളിപ്പെടാത്തത് നിനക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതെ, അവർക്ക് വെളിപ്പെടുത്താത്തത് പലതും അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തിയപ്പോൾ ഇന്ന് വിശ്വസിക്കുന്ന താങ്കൾക്ക്
ഇന്ന് വിശ്വസിക്കുന്ന താങ്കൾക്ക് പലർക്കും ലഭിക്കാത്ത സൗഖ്യമായും വിടുതലായിട്ടും ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടും നിന്റെ ജീവിതത്തിൽ ചിലത് നടക്കാൻ പോകുവാണ്. ഇന്ന് നീ നട്ടവട്ടം തിരിയുന്ന ഒരു സന്ദർഭത്തിലായിരിക്കാം സുഹൃത്തെ ഈ ഡെലിവറൻസ് മീറ്റിംഗിൽ നീ പങ്കെടുക്കുന്നത്. ഈ മീറ്റിംഗിനോടുകൂടെ ചേർന്ന് ഇതിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആത്മനദിയിലേക്ക് നീ ഒന്ന് കൈനീട്ടാനും നിന്നെ തന്നെ സമർപ്പിക്കാനും തയ്യാറാകുന്ന ഈ സെക്കൻഡ് മുതൽ നീ ചിലതിന് സാക്ഷിയാകാൻ പോകുകയാണ്. നീ ചിലതിന് സാക്ഷിയാകാൻ പോകുകയാണ്. നീ ചിലതിന് സാക്ഷിയാകാൻ പോകുകയാണ്. നിന്നെ നട്ടം കറക്കുന്ന ചിലത് നിന്നെ വിട്ടുപോകാൻ പോവുക. നിന്നെ പിന്നിലോട്ട് വലിക്കുന്ന ചിലത് നിന്നെ വിട്ട് മാറാൻ പോകുക. നിന്നെ ആഴ്ചതോറും കിടത്തുന്ന ചിലത് നിന്നെ വിട്ട് അഴിയാൻ പോവുക. നിന്നെ നഷ്ടത്തിനകത്താക്കുന്ന പലതും, നിന്നെ ഉറച്ചു നിൽക്കാൻ അനുവദിക്കാതെ പുറകിലോട്ട് വലിക്കുന്ന പലതും, നിന്റെ അധ്വാന ഫലം മുഴുവനും തിന്നുകളയുന്ന പലതും ഈ രാത്രിയിൽ നീ തിരുവെഴുത്ത് കേട്ടോണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോവുക. നിന്റെ ജീവിതത്തിൽ നിന്ന് അത് മാറാൻ പോവുക. ഇത് വെളിപ്പെടുത്തി തന്നതാ. ഇത് വെളിപ്പെടുത്തി തന്നതാ. ഇത് വെളിപ്പെടുത്തി തന്നതാ. ഇത് പ്രത്യക്ഷനാക്കി തന്നതാ. ഈ ദൈവത്തെക്കുറിച്ച് പത്രോസ് സംസാരിക്കുന്നത് പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ടല്ല, പത്രോസിന് പ്രത്യക്ഷനാക്കി കൊടുത്തത് കൊണ്ടാ. പറയാൻ പറ്റുമോ? വെറുതെ ഒരു തോന്നലല്ല ഞാൻ ഈ ക്രിസ്തീയ മാർഗത്തിൽ ഇറങ്ങി വന്നേന്ന്. വെളിപ്പെടുത്തി തന്നതാ. അതെ, പലർക്കും മറഞ്ഞിരുന്നത്, യോഗ്യന്മാർക്കും ബുദ്ധിശാലികൾക്കും വൈഭവമുള്ളവർക്കും ഒക്കെ മറഞ്ഞിരുന്നത് വെളിപ്പെടുത്തി കൊടുത്തതാ. മീൻപിടുത്തക്കാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാ, പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തതാ. അങ്ങനെ അവിടെ പറയുന്നേ. അതെ, വെളിപ്പെടുത്തി കൊടുത്തത് എന്തൊക്കെയാണ്? യേശുവിനെ അഭിഷേകം ചെയ്തത് കേവലം തൈലക്കൊമ്പി എന്നല്ല, പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തിട്ട് ദൈവം തന്നെ യേശുവിനോട് കൂടെ ഇരുന്നു. ദൂത് ഞാൻ പറയുകയാണ്, ഞാനൊരു ആലോചന പറയുകയാണ്. അഭിഷേകം ഉണ്ടായിട്ട് കാര്യമില്ല, ശക്തി ഉണ്ടായിട്ടും കാര്യമില്ല. അഭിഷേകവും ശക്തി ഉണ്ടായിട്ടും നടക്കാത്ത പലതും ദൈവം കൂടെ ഇരുന്നാൽ നടക്കും. ഓ മൈ ഗോഡ്! ഒരു നീണ്ട 1.5 മണിക്കൂർ പ്രാർത്ഥന ആവശ്യമില്ല. കൈവച്ചാൽ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവനും ആ നാമത്തിനകത്തുള്ളത് കൊണ്ട് നടക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവ് അത് ചെയ്യാൻ പോവുക. പെരുമ്പാവൂർ ഒരിടത്തൊരു മീറ്റിങ്ങിന് ഞാൻ പോയപ്പോൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ നല്ല ടയേർഡാണ്. ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ ഓടി വന്ന ഒരു കൂട്ടർ വന്ന് പറഞ്ഞു, ഈ കൈ കുറേ നാളായി പൊങ്ങിയിട്ട്, ഈ കൈ ഇത്ര വരെ പൊങ്ങത്തുള്ളൂ, അവിടുന്ന് പിന്നെ പൊങ്ങത്തില്ല. എന്താ പറ്റിയാന്ന് അറിയത്തില്ല, വലിയ പ്രായവുമില്ല. ഒരു വാക്കൊന്ന് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. എന്താ പറയാ, പെട്ടെന്ന് തന്നെ ഞാൻ അവരുടെ തോളത്തേക്ക് കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അവര് കൈ അവര് വലിച്ചതല്ല അത്. അവര് പറയാ കൈ ഇങ്ങനെ അങ്ങ് മേളിലോട്ട് പൊങ്ങിയെന്ന്. ഇത്ര വരെ വരൂ എന്ന് പറഞ്ഞ കൈ ഒരു സെക്കൻഡ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞത് കൈ ഇങ്ങനെ അങ്ങ് വലിച്ച് മേളിലോട്ട് പൊക്കി 2 കൈ കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ചെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാവോ എന്ന് ചോദിച്ചു. എനിക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് ചെയർ 2 കൈ കൊണ്ട് 2 ചെയർ, ഓരോ കയ്യിൽ ഓരോ ചെയർ വെച്ച് 2 ചെയർ പൊക്കി ഇങ്ങനെ മേളിലോട്ട് പിടിച്ച് കണ്ണുനീരോടെ ഹല്ലേലൂയ പറയുക. എന്തുവാ ഞാൻ ചെയ്തേ? ഞാൻ എന്താ അവിടെ കാണിച്ചേ? ഞാനൊന്ന് കൈവച്ചു, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു. ഞാനതാ പറഞ്ഞേ, കർത്താവിൻ്റെ സൗഖ്യമൊക്കെ നമുക്ക് പ്രാപിക്കാനുള്ളതേ ഉള്ളൂ. ദൈവം ചിലത് പഠിപ്പിക്കാൻ വേണ്ടി സൗഖ്യങ്ങൾ വൈകിക്കാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി, നമ്മൾ തിരിഞ്ഞു വരാൻ വേണ്ടി, അത് പ്രസംഗിക്കുന്നവനാണെങ്കിലും കേൾക്കുന്നവനാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങളിൽ ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടി, നമ്മളൊന്ന് ഒന്ന് 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 മെനക്കി വരാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ലാഗ് ചെയ്യിക്കും. ചില വാഗ്ദത്തങ്ങൾ, ചില കാര്യങ്ങളെല്ലാം നമുക്ക് ലാഗ് ചെയ്യിക്കും. കാരണം അത്രയും ലാഗ് ചെയ്യുമ്പോഴെങ്കിലും നീ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇതുവരെ ഒരു ഡെലിവറൻസ് വരാത്തത്?
ഞാൻ എവിടെ കറക്റ്റ്, എൻ്റെ ഭാഗത്താണോ, ഞാൻ എവിടെയെങ്കിലും കറക്റ്റ് ആകാനുണ്ടോ? ഈ ദൈവവചനം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അല്ലെ ഒരു വ്യക്തി കരയുമ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, കർത്താവായ യേശു നിന്നെ സ്നേഹിക്കുന്നു, ഇത് പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇത് വായിക്കുമ്പോൾ എനിക്ക് പഠിക്കാനും കൂടെ ഉള്ളതാണ്. ഹല്ലേലൂയ. ഇത് വായിക്കുമ്പോൾ എനിക്ക് പഠിക്കാനും, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ വായിക്കാനുണ്ടെങ്കിൽ അത് വെച്ച് ആ വചനം വെച്ചൊന്ന് വായിച്ച് തൂത്ത് എന്നെ തന്നെ ഒന്ന് തിളക്കമാർന്നതാക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം തികഞ്ഞ ഒരുവന്റെ കയ്യിലേക്ക് ദൈവം എടുത്തു കൊടുത്തേക്കുന്ന പുസ്തകമല്ല. ഇത് നിങ്ങളുടെ കയ്യിൽ ഇരുന്നാലും കണ്ണാടി, എൻ്റെ കയ്യിലിരുന്നാലും കണ്ണാടി. ഞാൻ വായിക്കുമ്പോൾ എന്നോടാ ഇത് സംസാരിക്കുന്നത്. അപ്പൊ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇച്ചിരി പ്രശ്നമുണ്ട്, ഇവിടെ ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ അത് വായിക്കുന്നു. നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ആ വചനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, നിങ്ങൾ അത് വെച്ച് റബ്ബ് ചെയ്യും. അങ്ങനെ സ്വയം പണിയപ്പെടുക, മീൻസ് ദൈവത്തോട് കൂടെ നിന്ന് പണിയപ്പെടുക, വചനത്തിലൂടെ പണിയപ്പെടുക. അവിടെയാണ് സൗഖ്യങ്ങൾ നടക്കുന്നത്, അവിടെയാണ് ഹീലിങ്സ് ഉണ്ടാകുന്നത്. അല്ല നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചാടിത്തുള്ളി ബഹളം കാണിച്ചു വരുമ്പോഴല്ല. അതല്ലേ നമ്മളിപ്പോ വായിച്ചത്. പത്രോസ് പറഞ്ഞത് എന്താ? പത്രോസ് പറഞ്ഞപ്പോ ഇത് വിട്ടിട്ടില്ല. ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് അയ്യോ കർത്താവേ എന്ന് പറഞ്ഞ് മുഴങ്കാലും മടക്കുന്നവനെ കർത്താവ് കൈക്കൊള്ളുന്നു പത്രോസ് പറഞ്ഞില്ല. അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ, അതൊരു ഭയങ്കര സബ്ജക്റ്റാണ്. നീതി എന്ന് പറയുന്ന ദൈവത്തിന്റെ നീതി ആ സബ്ജക്റ്റ്, അത് നമുക്കൊരു 3.5 കൊല്ലം പഠിച്ചാലും തീരാത്ത സബ്ജക്റ്റാണ്. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ A to Z ചോദ്യങ്ങളുടെ ഉത്തരവ് അതിനകത്തുണ്ട്. ദൈവത്തിന്റെ നീതി നമ്മളൊന്നും ചെയ്യുന്നോണ്ടൊന്നും അല്ല, എല്ലാം കർത്താവ് ക്രൂശി ചെയ്തു എന്നൊന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ അങ്ങ് ഒഴിവായി ഓടിക്കളയാനൊന്നും പറ്റൂല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക തന്നെ വേണം. എല്ലാം ദൈവം ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെയും ജീവിക്കാന്നല്ല, ഞാൻ ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തെ തടയപ്പെടാതെ പ്രാപിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്, എന്നെ ദൈവം പഠിപ്പിച്ചതും അങ്ങനെയാണ്, എന്നെ ദൈവം കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നു, മനുഷ്യൻ ചെയ്യേണ്ട നീതിയും കൂടെ ദൈവം കയറി ചെയ്യൂല. മനുഷ്യൻ ചെയ്യേണ്ട നീതി മനുഷ്യൻ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ പറയുന്നേ, അവനെ ഭയപ്പെട്ട് അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. സുഹൃത്തെ, നിങ്ങൾ ഏതൊരവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഇനി വചനം മാത്രം വിശ്വസിച്ചാൽ മതി. നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളോട് ദൈവം ഇടപെടും. നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവം സംസാരിക്കും. നിങ്ങൾ അതിനുവേണ്ടി പുസ്തകം വാങ്ങാൻ ഓടുകയൊന്നും വേണ്ട. നിങ്ങളോട് ദൈവം സംസാരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ദൈവം ബോധ്യം തരും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം, ഏത് കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തണം, ദൈവം സംസാരിക്കും. നമ്മൾ 1000 സ്ഥലങ്ങളിൽ ഓടുമ്പോഴല്ല നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു നിമിഷം ആത്മപരിശോധന ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. ഹല്ലേലൂയ. സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ 1000 സ്ഥലങ്ങളിൽ ഓടുമ്പോഴല്ല നമുക്ക് വ്യത്യാസം വരുന്നത്. നമ്മൾ ഓടുന്നവരാണെങ്കിൽ ദൈവസന്നിധി നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സോടും. ഇപ്പൊ നിൽക്കുന്നിടത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എവിടെ ഓടാം. നമുക്ക് കണ്ണടച്ച് നിന്നാലും നമ്മളെ കിട്ടത്തില്ല, പിടികിട്ടൂല. നമുക്ക് പോലും നമ്മളെ പിടികിട്ടത്തില്ല. നമ്മൾ ഓടുന്നവരാണെങ്കിൽ നമ്മൾ ഓടും, ആയുഷ്കാലം മുഴുവൻ ഓടും. നമ്മൾ ഓടുന്നവരാണെങ്കിൽ ഇവിടുന്ന് അവിടെ, അവിടെ നിന്ന് ഇവിടെ, ഇവിടെ നമ്മളിപ്പോ മൊബൈലും കൂടെ സ്മാർട്ട് ആയപ്പോ എന്താ, ഇപ്പുറത്ത് ഞെക്കുന്നു, അവിടെ ഞെക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ആ മനോഭാവമായിപ്പോയി. കർത്താവിന്റെ സന്നിധി നമ്മൾ നിന്നാലും കണ്ണടച്ചാലും നമുക്ക് പോലും നമ്മളെ പിടികിട്ടാത്ത രീതിയിൽ നമ്മൾ ചീറ്റപ്പുലി ഓടുന്നതിനേക്കാൾ വേഗത്തിൽ മാനസികമായി ഓടും. കർത്താവിന്റെ സന്നിധി പോലും നമ്മളില്ല. നമ്മൾ ഒരിടത്തു നിന്ന് എവിടെയാണ് ഞാൻ ഇനി കറക്റ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് എൻ്റെ മേലുള്ള ആ ഒരു സ്ട്രോങ് ഹോൾഡ്, എന്തിലാണ്? അത് വിശ്വാസത്തിന്റെ കാര്യത്തിലായിരിക്കാം, അത് മറ്റേതെങ്കിലും കാര്യത്തിലായിരിക്കാം. നിങ്ങളുടെ മേലുള്ള സ്ട്രോങ് ഹോൾഡ്, ദൈവത്തിൻ്റെതല്ലാത്ത സ്ട്രോങ് ഹോൾഡ് പൊട്ടണം.
ഞാനിത് പറയുമ്പോൾ അത് നിന്റെ മേൽ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുക. ഈ സെക്കൻഡ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇത് ചിലരുടെ മേൽ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രോങ് ഹോൾഡ്. വചനം കേൾക്കുന്നതിൽ കുറവില്ല, പ്രാർത്ഥിക്കുന്നതിൽ കുറവില്ല. എന്നിട്ടും നിങ്ങൾക്ക് ചില കൂട് പൊട്ടിച്ചു പുറത്തു വരാൻ കഴിയാത്ത പോലത്തെ സ്ട്രോങ് ഹോൾഡ് നിന്റെ മേലുള്ളത്, നിന്റെ ഫെയ്ത്ത് സിസ്റ്റത്തിനകത്ത് തന്നെയുള്ളത്, നിന്റെ ബിലീവ് സിസ്റ്റത്തിനകത്ത് തന്നെയുള്ളത്, നിങ്ങളുടെ സോളിലുള്ളത്. ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ഫുൾനെസ്സിലേക്ക് വരാത്ത പോലെ നിന്നെ അമർച്ച ചെയ്യുന്നത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് ജനത്തിന്റെ മേൽ നിന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഡെലിവറൻസ്, 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 ഡെലിവറൻസ് in the mighty name of Jesus. അത് സംഭവിക്കുന്നു. ഹോളി സ്പിരിറ്റ്, യേശുവേ നന്ദി. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാണ്. ഇങ്ങനെ പറഞ്ഞത് സകല ജനത്തിനുമല്ല. വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. 41 വാക്യം കിടക്കുന്നു. 10:41 അപ്പോസ്തലപ്രവൃത്തി 10:41. സകല ജനത്തിനുമല്ല. പത്രോസ് എടുത്തു പറയാതെ സകല ജനത്തിനുമല്ല, സകല ജനത്തിനുമല്ല. എന്താ അങ്ങനെ എടുത്തു പറയുന്നേ? കർത്താവിന്റെ സൗഖ്യം എല്ലാവർക്കും റിസീവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ പകരേണ്ട പാത്രങ്ങളുണ്ട്. അത് വാങ്ങാൻ തക്കവണ്ണമുള്ള ഒരു നിലയിൽ അവനെ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ, അത് പ്രാപിക്കാൻ പറ്റുന്ന നിലയിൽ അവനെ അങ്ങനത്തെ ഒരു പാത്രമാക്കി മാറ്റിയാൽ അവന് പകരാൻ പറ്റും. സകല ജനത്തിനുമല്ല. കർത്താവിനെ വിധിക്കുന്നവനല്ല, കർത്താവിനെ കള്ളനെന്ന് മുദ്രകുത്തിയവനല്ല, കർത്താവിനെ കാരിരുമ്പ അണികൊണ്ട് അടിച്ചവനല്ല, കർത്താവിനെ ക്രൂശിച്ചവനല്ല, കർത്താവിനെ ഒറ്റി കൊടുത്തവനല്ല. സകല ജനത്തിനുമല്ല. പ്രാർത്ഥനയിൽ അവിശ്വസിക്കുന്നവനെ അല്ല, ദൈവദാസന്മാരെ കുറ്റം പറയുന്നവനെ അല്ല, സത്യം അറിയാതെ എവിടെന്നെങ്കിലും കേൾക്കുന്നത് വെച്ച് ഗോസിപ്പ് പറയുന്നവനല്ല. സകല ജനത്തിനുമല്ല. സൗഖ്യം ആർക്കാ? വെളിപ്പെടുത്തുന്നത് ആർക്കാ? വെളിപ്പാട് ആർക്കാ? ദൈവകൃപ ആർക്കാ? ദൈവം കൂടെ ഇരിക്കുന്നത് ആർക്കാ? ദൈവം ശക്തിയാൽ അഭിഷേകം ചെയ്യുന്ന ആരെയാ? ദൈവം പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുന്ന ആരെയാ? ദൈവം അഭിഷേകം പകർന്ന് വർദ്ധിപ്പിക്കുന്നത് ആരെയാ? ദൈവം മുന്നറിവിനാൽ തിരഞ്ഞെടുത്ത ഞങ്ങൾക്കോ അവനെ തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ദൈവമക്കളെ, ഞാൻ പ്രസംഗിച്ചു കൃപയാൽ. ഇനി സൗഖ്യം വരികയല്ല, വരുത്തി തരികയാണ്. യേശുവേ വാന്ന് പറഞ്ഞപ്പോ പത്രോസിന് മുമ്പ് വന്നതല്ല, അവനെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാ. നിന്റെ ജീവിതത്തിൽ സൗഖ്യം മറഞ്ഞിരിക്കുക. അത് ദൈവം ഈ വചനത്തിന്റെ ശക്തിയാൽ വരുത്തി തരികയാണ് ചെയ്യുന്നത്. വരുത്തി തരികയാണ് ചെയ്യുന്നത്. ദൈവം വരുത്തി തരുമ്പോൾ ശക്തിയാൽ, ആരുടെയാ? ദൈവത്തിന്റെ ശക്തിയാൽ, നിങ്ങളുടെ വിശ്വാസത്താൽ ദൈവം ഒരു ഡീലിംഗ് ചെയ്യും ഡിമണുമായിട്ട്, ആ രോഗാത്മാവുമായിട്ട്. ആ ഡീലിൽ അവനെ തകർത്താണ് സൗഖ്യം നിനക്ക് വരുത്തി തരുന്നത്. അതാ പത്രോസ് അങ്ങനെ തന്നെ പറഞ്ഞത്. അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി. ഈ പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുന്നത് എങ്ങനെയാ? അതെങ്ങനെയാ? ഈ പിശാച് ബാധിച്ചവരെ ഒഴിപ്പിക്കുകയല്ല ചെയ്യേണ്ട പിശാചിന്. ഈ പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുന്നത് എങ്ങനെയാ? അപ്പൊ പിശാച് ബാധിച്ചവൻ രോഗിയായി തീരും. സാത്താൻ ബാധിച്ചവൻ രോഗിയായി തീരും. എല്ലാ രോഗവും സാത്താന്റെതല്ല. എല്ലാ സാത്താൻ കയറുന്നതും രോഗം വരുത്താനും അല്ല. സാത്താൻ കയറുന്നതിന്റെ എല്ലാം പിന്നിൽ പല പല ഉദ്ദേശങ്ങളാണ്. അവൻ അനുയായികളും കൂടെ കയറും. ഓരോരുത്തരും ഓരോ ഓഫീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഓരോ പ്രവർത്തികളാണ് ചെയ്യുന്നത്. എന്നതുപോലെ സാത്താൻ ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം. എന്നെ തൊട്ട മറ്റൊരു വാക്കാണ് സഞ്ചരിച്ച. പലരുടെയും യാത്രകൾ മുടങ്ങിക്കിടക്കുകയാണ്, പലരുടെയും ഉദ്ദേശങ്ങൾ വഴിമുട്ടിക്കിടക്കുകയാണ്, പലരുടെയും സ്വപ്നങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. അതൊക്കെ ഇങ്ങനെ വിലക്കിയിട്ടിരിക്കുകയാണ്. നടക്കുമെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ശക്തി, അഭിഷേകവും ദൈവവും കൂടെ നമ്മുടെ കൂടെ ചേർന്നാൽ
നിന്റെ സഞ്ചാരത്തിന്റെ മേലുള്ള കെട്ടുപൊട്ടും, നിന്റെ യാത്രയുടെ മേലുള്ള കെട്ടുപൊട്ടും, നിന്റെ തലമുറകളുടെ മേലുള്ള കെട്ടുപൊട്ടും. കർത്താവിന്റെ മിനിസ്ട്രി ഒന്നും ആർക്കും ബന്ധിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിന്റെ യാത്രയും ശുശ്രൂഷയൊന്നും ആർക്കും ബന്ധിക്കാൻ കഴിഞ്ഞില്ല. അവൻ സഞ്ചരിക്കണമെന്ന് ആത്മാവ് നിയോഗിച്ചെടുത്തെല്ലാം അവൻ സഞ്ചരിച്ചു. അവൻ കാലു കുത്തണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് അവൻ കാലു കുത്തത്തില്ലെന്ന് വെല്ലുവിളിച്ച സകലത്തിനെ തകർത്തുകൊണ്ട് അവൻ കാലുകുത്തിയതിന്റെ പിന്നിൽ അവന്റെ മേൽ വ്യാപരിച്ച ഒരു ശക്തിയുണ്ടായിരുന്നു. ജീസസ്, ആ ശക്തി ഇന്ന് നമ്മുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. ആ ശക്തി ഇന്ന് നമ്മുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഞാനിപ്പോൾ യൂട്യൂബിലുള്ളവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. ശേഷം സൂമിലുള്ളവർക്ക് വേണ്ടി ചില സമയങ്ങൾ ഞാൻ വേർതിരിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കും. ഇപ്പൊ യൂട്യൂബിലുള്ളവർക്ക് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ദൈവം നിങ്ങളെ സ്പർശിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ മീറ്റിംഗിൽ ദൈവം എവിഡന്റിക്കലി നിന്റെ മേൽ ചിലത് ചെയ്യാൻ പോവാണ്. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. നിങ്ങൾക്ക് സൗഖ്യമാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നമ്മുടെ അവിശ്വാസം അല്ലെങ്കിൽ എനിക്ക് സൗഖ്യമാകുമോ അങ്ങനെയൊന്നും നിങ്ങൾ കരുതരുത്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ തന്നെയാണ് കൂട്ടിയത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ തരാൻ തന്നെയാണ് നിങ്ങളെ വിളിച്ചത്. ഇനി ദൈവം അതൊരിക്കലും വൈകിക്കത്തില്ല. നിങ്ങൾ ഈ വചനം കേട്ടു. എന്നോട് കർത്താവ് ഷീല എന്ന് പറയുന്ന ഒരു സഹോദരിയോട് പ്രവചിക്കാൻ പറയുന്നു. ഷീല എന്ന ഒരു സഹോദരിയോട് പ്രവചിക്കാൻ പറയുന്നു. ഗോഡ് മീസി ഹീല മഹോഷിയോനിയാസി, ദൈവം നിന്നെ സൗഖ്യമാക്കും. നിന്റെ പ്രാർത്ഥനാ ജീവിതം നീ മടക്കിയെടുക്കണം. നിന്റെ ജീവിതത്തിൽ നിനക്കെതിരെ ചെയ്ത ഒരു ഭയങ്കരമായ ഒരു ആഭിചാരത്തിന്റെ ക്ലൈം നിന്റെ ജീവിതത്തിലുണ്ട്. നിനക്ക് എതിരായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന എതിർ പ്രാർത്ഥന ഉണ്ടോ എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. എന്നാൽ നിങ്ങൾ നന്നായിട്ടിരിക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. അത്രമാത്രം ഞാൻ പറഞ്ഞു നിർത്താം. നിങ്ങൾ നന്നായി ഇരിക്കുന്നത് സുഖിക്കാത്തവരുണ്ട്. നിങ്ങളുടെ രോഗത്തിന്റെ പിന്നിൽ ഭയങ്കരമാകുന്ന ഒരു ആഭിചാരത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട്. നിനക്കൊരു വിടുതൽ വേണ്ടത് നിന്റെ ബന്ധങ്ങളിൽ നിന്ന് തന്നെയാണ്, നീ സ്നേഹിക്കുന്നവരിൽ നിന്ന് തന്നെയാണ്. ഇന്ന് ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഷീല എന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി വരുന്ന പല അവസ്ഥകളുടെയും ലക്ഷണങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള എല്ലാ ലക്ഷണങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നു. പിതാവേ, ഞാനിപ്പോൾ ആ ഷീലയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെവിടെ ഉള്ളതാണേലും ഏത് നാട്ടുകാരിയാണേലും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ സഹോദരി ഹീലാകട്ടെ. In the mighty name of Jesus Christ. കർത്താവേ, ഞാനിപ്പോൾ ഈ ഓരോ ജനത്തിനായി, ഞങ്ങളെ കാണുന്ന ഓരോ ജനത്തിനായി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ ഹീലിങ്സ് നടക്കട്ടെ, ഡെലിവറൻസ് ഉണ്ടാകട്ടെ. എല്ലാ ദുരാത്മവാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പുട്ടും. പ്രാർത്ഥിച്ചേ. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നവർ പ്രാർത്ഥിച്ചേ. In the name of Jesus. Kalbra kandalaba shantalabo riasa brakatala brakoshi kamaril saminta riantuna bazia
യേശുവിന്റെ നാമത്തിൽ എല്ലാ സ്പൈനൽ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും വ്യാധികളും യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ, 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 ഹീലാകട്ടെ. സെർവിക്കൽ ഏരിയ യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. Father, in the name of Jesus, Leia Rasi Kalaba Shanto Lo Rasi Ke Brantoli Ke Brahosi. പ്രാർത്ഥിച്ചേ. കർത്താവ് ആരെയൊക്കെയോ തൊട്ടു തുടങ്ങുന്നു. ഇത് ഒത്തിരി നാളായി ഒരു മുറിവ് വന്നിട്ട് കരിയാത്ത പോലിരിക്കുന്ന, മാറി മാറി പലതും ഇട്ടു നോക്കി, ഇംഗ്ലീഷ് മരുന്ന് മുതൽ ആയുർവേദം വരെയും പരിശോധിച്ചു നോക്കി, വീട്ടുവൈദ്യവും ചെയ്തു നോക്കി, പൊറുതി വരാത്ത ചില മുറിവുകളുടെ മേൽ യേശുവപ്പായുടെ കൈ തൊടുന്നു. യേശുവപ്പായുടെ കൈ തൊടുന്നു. ദൈവത്തിന്റെ തീ ചിലടത്ത് കത്തി തുടങ്ങുന്നു. ദൈവത്തിന്റെ തീ കത്തുന്നു. ദൈവത്തിന്റെ തീ കത്തുന്നു. അബ്ഡോമിനൽ പെയിൻ, ഉദര സംബന്ധമായ വേദനകൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ ഫൈബ്രോമയാൽജിയ യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. ഞാൻ സൗഖ്യമാകോ എന്ന് നീ ചിന്തിക്കല്ല, നീ സൗഖ്യമാകും എന്നാ പറയുന്നത്. റൈറ്റ് നൗ യേശുവിന്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം ആരംഭിക്കട്ടെ. പരിപൂർണ സൗഖ്യം വിശ്വസിക്കുന്ന ഈ ദൈവജനത്തിന്റെ മേൽ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹീലിംഗ് നടക്കട്ടെ. എല്ലാ ടെന്നീസ് എൽബോ പെയിൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഷോൾഡർ പെയിൻസ് വിട്ടുമാറട്ടെ. ഇരിക്കാൻ കഴിയാതെ അല്പസമയം ചെയറിലിരുന്നാൽ അവൻ നടുവും കാലും എല്ലാം കഴച്ചു പൊട്ടുന്ന, കഴുത്തെല്ലാം ഇങ്ങനെ കഴച്ച് ഒടിഞ്ഞു പോകുന്ന പോലെ തോന്നുന്ന ചില അവസ്ഥകൾ നിന്റെ ശരീരത്തിൽ നിന്ന് കേട്ട അഴിയുകയാ. ആ സുരീനിയ ഹാംദരസിയനിയ അലാസർധുനിയാബ എല്ലാ ദുഷ്ടാസുര ശക്തികളെയും ഞാൻ തകർക്കുന്നു. ഭയങ്കര ഹീലിംഗ് നടക്കുന്നു. കൂട്ടമാകുന്ന കൂട്ട സൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇതാ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. നീ ഒരു ഭൂതത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയായിരിക്കാം, നീ ഒരു രോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കുകയായിരിക്കാം. രണ്ടിൽ നിന്നും ദൈവം നിന്നെ സൗഖ്യമാക്കുന്നു. എന്ത് ചെയ്താലും നിനക്കൊരു ഉയർച്ച വരാതെ, എന്ത് ചെയ്താലും നിനക്കൊരു വളർച്ച വരാതെ, എങ്ങനെയൊക്കെ നീ പ്രാർത്ഥിച്ച് സ്റ്റെപ്പ് വെച്ചാലും രണ്ട് ഘട്ടം നീ മുമ്പോട്ട് പോകുമ്പോൾ സകലത്തിനകത്ത് മുടക്കം വരുന്ന അവസ്ഥകൾ, ശാപം നിന്നെ വിട്ടുമാറുക. യേശുവിന്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യവും നിന്റെ മേൽ സംഭവിക്കുന്നു. ഈ സെക്കൻഡിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാ ക്യാൻസർ വിട്ടുമാറ. ദുരാത്മാവ് കൊണ്ടിട്ട സകല രോഗവും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു കൊടുക്കട്ടെ. രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, 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 ജയം. കർത്താവേ, ജനത്തിന്റെ മേൽ സൗഖ്യങ്ങളെ അയക്കുക. ജനത്തിന്റെ മേൽ സൗഖ്യങ്ങൾ അയക്കുക. അവർ കെട്ടഴിയട്ടെ ദൈവമേ, അവർ കെട്ടഴിയട്ടെ ദൈവമേ. അവർ സ്വാതന്ത്ര്യത്തോടെ നടക്കട്ടെ, അവർ സ്വതന്ത്രമായി ജീവിക്കട്ടെ. യേശുവേ, ഇപ്പോൾ 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 അത് സംഭവിക്കട്ടെ. ജനം സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങട്ടെ. ജനം സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങട്ടെ. എല്ലാ ഉദരക്കെട്ടുകളും അഴിഞ്ഞു മാറിക്കോ. എല്ലാ കൈവിഷ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. രക്തം, 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 രക്തം ജയം. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ, അടിക്കടി വരുന്ന പനി, അടിക്കടി വരുന്ന കഫക്കെട്ട്, അടിക്കടി ഹോസ്പിറ്റലൈസ് ആകുന്ന അവസ്ഥകൾ, അടിക്കടി നിങ്ങളുടെ കരുതൽ ധനം ആശുപത്രിയിൽ ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അടിക്കടി വീടിനകത്തുണ്ടാകുന്ന കോലാഹലങ്ങൾ, വഴക്കുകൾ, ആമേൻ, സ്നേഹത്തോടിരിക്കും, പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകും, നാലുപാടും ചിതറിപ്പോകേണ്ട അവസ്ഥകൾ, ബന്ധങ്ങൾക്കകത്ത് സ്ഥിരതയില്ലാത്ത അവസ്ഥകൾ
എല്ലാ ഡൈവോഴ്സ് കേസുകൾ ഈ ഭരണം ഏറ്റെടുത്തിരിക്കുന്ന അശുദ്ധാത്മാവിനെ തകർക്കുകയാ. ഭയങ്കര വിടുതൽ നടക്കുന്നു ഈ മേഖലകളിലെല്ലാം. ഞാൻ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം ഡെലിവറൻസ് നടക്കുകയാണ്. അത് നിന്നോടാണ്. നീ അത് പ്രാപിക്കുക. നിന്റെ വിടുതൽ നീ സ്വീകരിക്കുക. In the name of Jesus Christ. In the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ, വിടുതൽ, വിടുതൽ. പല ഭവനങ്ങൾക്കകത്തും പല വ്യക്തികളുടെ മേലും ഈ സൗഖ്യം നടക്കുന്നു. ഈ സൗഖ്യം നടക്കുന്നു. ഈ സൗഖ്യം നടക്കുന്നു. In the name of Jesus. Deliverance. എല്ലാ ഫാമിലി പ്രോബ്ലംസ് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ തൊഴിലില്ലായ്മ, ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. മേഖലയൊക്കെ കഴിവുകളെ പോലും ബന്ധിച്ചു കളയുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും, കാലിബർ ഉണ്ടെങ്കിലും, ടാലന്റ് ഉണ്ടെങ്കിലും ശോഭിക്കാൻ പറ്റാതെ എല്ലാവരുടെ മുമ്പിൽ ലജ്ജിതനായി പോകേണ്ടി വരുന്ന അവസ്ഥകൾ, ലജ്ജിതയായി പോകേണ്ടി വരുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ആ ഇരുട്ടിന്റെ ശക്തികളെ ക്യാൻസൽ ചെയ്യുന്നു. വിവാഹം നടക്കാത്ത വിവാഹ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറാൻ. ഞാൻ ഈ ഒറ്റ വാക്കിൽ പറയുന്ന കാര്യങ്ങളല്ല, ആ സെക്കൻഡിൽ തന്നെ സ്പോട്ട് ഡെലിവറൻസ് നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്കിത് 15 വട്ടം ആവർത്തിച്ച് പറയുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് ഡെലിവറൻസോടുകൂടെ വരുന്ന വാക്കാണ്. ദൈവത്തിന്റെ വായിൽ നിന്നൊരു വചനം പുറപ്പെട്ടിട്ട് ടെന്നീസ് ബോള് സ്പിൻ ചെയ്യുന്ന പോലെ സ്പിൻ ചെയ്തുകൊണ്ട് നിൽക്കത്തില്ല. അത് എവിടെ പോകണം, എവിടെ കൊള്ളണം, എന്ത് ചെയ്യണം അത് ചെയ്യും. അതുപോലാണ് ഒരു അഭിഷിക്തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്. അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അത് ആ സ്പോട്ടിൽ ചെന്ന് അത് കൊള്ളും, അത് ഡെലിവേർഡ് ആകും. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവനും സ്പോട്ട് ഡെലിവറൻസ് നടക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ വിളിച്ച് സാക്ഷ്യപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വോയിസ് മെസ്സേജ് ഇടും. ഇങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു. ഓ ജീസസ്. അതുകൊണ്ട് അത്ര ഉറപ്പിലാണ് ഞാനത് ഇവിടുന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. ഓ യേശുവിന്റെ നാമത്തിൽ എല്ലാ വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. എല്ലാ വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. ഹോളി ഗോസ്റ്റ് എത്ര സ്വപ്നം കണ്ടിട്ട് നടക്കാത്ത ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്തുള്ള ചില കാര്യങ്ങൾ സംഭവിക്കട്ടെ. അതിന്റെ തടസ്സം മാറിപ്പോട്ടെ. ലോൺ ലഭിക്കാനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. കർത്താവേ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി നന്ദി. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അവിടുന്ന് കൊടുത്ത നല്ല സൗഖ്യത്തിനും വിടുതലിനുമായി നന്ദി. കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇതൊരു വലിയ വിടുതൽ അനുഗ്രഹവുമായി കാണുന്ന ജനത്തിന് ഭവിക്കണേ യേശുപ്പ. അങ്ങയുടെ നാമം അതിനാൽ മഹിമപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ, വലിയ സൗഖ്യങ്ങൾ, വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ സാക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഞങ്ങളെ വോയിസ് മെസ്സേജിൽ, നിങ്ങൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങൾക്ക് ചെയ്ത മാറ്റങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും വോയിസ് മെസ്സേജായിട്ട് നിങ്ങൾ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അത്യാവശ്യ കോൾസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതുമാണ്. സാക്ഷ്യം നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. അത് കുറച്ചുകൂടെ ഞങ്ങൾക്ക് സൗകര്യമാണ്. കർത്താവ് നിങ്ങൾ അയക്കട്ടെ. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രെയർ ഹാളിൻ്റെ പണിയും കൂടെ നിങ്ങൾ വെക്കുക. നിങ്ങളിൽ കഴിവുള്ളവർ, കർത്താവ് പ്രേരിപ്പിക്കുന്നവർ, ദൈവം തോന്നിപ്പിക്കുന്നവർ, ദൈവം നൽകിയിട്ടുള്ളവർ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടും കൂടെ നിങ്ങൾ നൽകുക. പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കാര്യം നിങ്ങൾക്കായിട്ട് ചെയ്യും. ദൈവം അത്രത്തോളം വിശ്വസ്തനാണ്.
വാക്ക് മാറാത്തവനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നടക്കുന്ന മീറ്റിങ്ങിൽ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതൊരു വലിയ ഭാഗ്യമാണ്. എല്ലാ ദിവസവും ദൈവവചനം കേൾക്കാൻ പറ്റുക, നിങ്ങളോട് പറയാൻ പറ്റുക എന്നുള്ളതും ഒരു വലിയ ഭാഗ്യമാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമുക്ക് കാണാം അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാം. അതുവരെ കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്.